ഞാൻ അത്രയും മോശ സാഹചര്യത്തിൽ നിന്ന് കയറി വന്ന ഒരാളാ. എൻ്റെ ഏറ്റവും മോശ അവസ്ഥയിൽ ഈ 10-12 വർഷം ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുണ്ട്. വാപ്പാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചേച്ചി പറഞ്ഞോളൂ. കാരണം ഞാൻ ഓൾറെഡി കരഞ്ഞ് തലയ്ക്ക് വെളിവില്ലാണ്ടിരിക്കുക. അത് മോൻ എനിക്ക് മാപ്പ് തരണം. എന്തിന്? നീ സംശയിച്ചതൊക്കെ ശരിയാ. ഞാനല്ല നിന്റെ അപ്പൻ. ഒരു ദിവസം ഞാൻ ടവൽ നോക്കാൻ, ടവലിൽ മൊത്തം ബ്ലഡാണ്, ഫുൾ ബ്ലഡ്. ഞാൻ ചോദിച്ചു ഇതെന്താ ബ്ലഡ്? അപ്പോൾ പറഞ്ഞു അത് എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇതൊരു 6 മാസത്തോളം പുള്ളി പാഡ് വെച്ചിട്ട് ജോലിക്ക് പോലും പോകുന്നത്. അപ്പൊ ചിന്തിക്കണം, ഞാൻ സെക്സിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അത് അവനും അറിയാം, എനിക്കും അറിയാം. ഇതൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിൽ പലരും ചോദിക്കും നിങ്ങൾ ആര് ഭർത്താവ് ആര് ഭാര്യ എന്ന ക്വസ്റ്റ്യൻ അവിടെ വരും. ഒരു പാർട്ട്ണർ എനിക്ക് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഈ പറഞ്ഞതുപോലെ ഓരോ 5 വർഷം കൂടുമ്പം അല്ലെങ്കിൽ 10 വർഷം കൂടുമ്പം ഇയാളെ ഒക്കെ അല്ല എന്ന് പറഞ്ഞാൽ ഇയാളെ കളഞ്ഞിട്ട് പോകാനല്ല, ലൈഫ് ലോങ് എനിക്ക് ഒരാൾ എൻ്റെ കൂടെ വേണം. അത് ഞാൻ തുറന്ന് പറയുവാണ്. ഒരു പുരുഷൻ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ കരിയറും വിട്ട് ഫ്രണ്ട്സിനെയും വിട്ട് ഈ ചണ്ഡീഗഡിൽ ഇയാളെന്നും പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ബെഡിലേക്ക് വന്ന് കിടന്ന് സ്വന്തം ബോഡിയിൽ ടച്ച് ചെയ്തപ്പോൾ എന്തുകൊണ്ട് നോ പറഞ്ഞില്ല? ഞാനാണ് അടുത്ത് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സൊന്ന് പാളി. ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോഴും തോറ്റു കൊടുക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുന്ന ഒരുപാട് വ്യക്തികളെ നമുക്കറിയാം. അങ്ങനെ ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്, അജ്മൽ അജു. ഹായ്. ആരാണ് അജ്മൽ? അതുപോലെ അജ്മലിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ആരാണെന്ന് ചോദിച്ചാൽ എവിടെയൊക്കെയോ കാണുന്ന നിങ്ങളിൽ ഒരാളാണ് ഞാൻ. എൻ്റെ പേര് അജു ദി ഫീനിക്സ്, ഇൻസ്റ്റഗ്രാം ID അജു ദി ഫീനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ജുവലിനെ അങ്ങോട്ട് തേടി വന്നതാണ്, ശരിയല്ലേ? അതെ, തീർച്ചയായും. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ജുവൽ എന്ന് പറയുന്ന ആളെ കണ്ടുപിടിച്ച് വന്നതാണ്. കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും കുറച്ച് സംസാരിക്കണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഫാഷൻ ഡിസൈനർ ആയിരുന്നു. എനിക്കും സിനിമ തന്നെയാണ് എൻ്റെ ആഗ്രഹം. എനിക്കൊരു ഓൺ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ സ്വന്തം സ്ഥലം കൊല്ലം. ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു 5 ഇയേഴ്സായിട്ട് ചണ്ഡീഗഡിൽ എൻ്റെ പാർട്ട്ണറുടെ കൂടെ ആയിരുന്നു. അതിന് മുന്നേ കൊച്ചിയിലുണ്ടായിരുന്നു. കൊച്ചിയിൽ തന്നെ ഞാൻ ബൊട്ടീക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കരിയറിൽ ഒരുപാട് മികച്ചു നിന്ന ഒരു സമയത്താണ് അജുന് നോർത്തിലേക്ക് മൂവ് ചെയ്യേണ്ടി വന്നത്. പിന്നെ ഏകദേശം ഒരു 5 വർഷം ഒരു വലിയ ബ്രേക്ക് എടുത്തു. എന്തായിരുന്നു അതിന് കാരണം? കാരണം സ്വാഭാവികമായിട്ട് പ്രണയം തന്നെയായിരുന്നു. ഒരു മൊമെൻറ്റിൽ ഒരാളെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പം ലൈഫാണോ കരിയറാണോ വേണ്ടതെന്ന് ചോദിച്ചപ്പം സ്വാഭാവികമായിട്ടും ഒരു ജീവിതം വേണം എന്ന് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ കരിയർ വിട്ടിട്ട് പോയ ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് തെറ്റുപറ്റിയെന്നുള്ളത്. കാരണം ഒരു നിമിഷം കൊണ്ട് നമ്മൾ ഒരാളെ കണ്ടിഷ്ടപ്പെട്ട് മനസ്സിലാക്കേണ്ടിയുള്ളതല്ല പ്രണയം എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ കഴിഞ്ഞ 5 വർഷം എനിക്ക് സമ്മാനിച്ച എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. അപ്പം ഒരിക്കലും എല്ലാം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ഒരാളുമായിട്ട് ഒത്തുപോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫേസ് ടു ഫേസ് അവർ രണ്ടുപേരും മാത്രം വേണമെങ്കിൽ അവരെ മ്യൂച്വലി അറിയാവുന്ന ആൾക്കാരെ കൂടെ ഇരുത്തുക. ഒരു റിലേഷൻഷിപ്പ് ആകുമ്പം അവർക്ക് അറിയത്തുള്ളൂ നമ്മളുടെ ഇടയിലെ പ്രശ്നം എന്താണ്, നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുമോ പറ്റില്ലേ, തുറന്ന് സംസാരിച്ച് എടാ നമ്മൾ തമ്മിൽ സെറ്റ് ആവില്ല, നമുക്ക് മുമ്പോട്ടുള്ള ലൈഫിൽ സുഹൃത്തുക്കളായിട്ട് തന്നെ ഇരിക്കാം, ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാക്കേണ്ട, നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി, എപ്പോൾ നിനക്കൊരു ഹെൽപ്പ് വേണോ നിനക്ക് എന്നെയും വിളിക്കാം എനിക്ക് നിന്നെയും വിളിക്കാം. ഈ ഒരു ഡിമാൻഡ് തന്നെയായിരുന്നു ഞാനും എൻ്റെ പാർട്ട്ണറും തമ്മിലുണ്ടായിരുന്നത്. എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നതൊക്കെ? ഞങ്ങൾ പരിചയപ്പെടുന്നത് അത് ശരിക്കും ഒരു രസകരമായ സംഭവം തന്നെയാണ്. ഞാൻ മിസ് കേരള 2020 ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം ഞാനൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇറ എന്ന പേരിൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ചേർന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് തന്നെ അന്ന് ന്യൂസ് ചാനലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാഷൻ മോഡലിംഗ് ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഭയങ്കര സൗന്ദര്യം, ബ്യൂട്ടി, ഇത്ര ഹൈറ്റ് വെയിറ്റ് ഇതൊക്കെയുള്ള ആൾക്കാർക്ക് ആ ഒരു സ്പേസ് കിട്ടുന്നുള്ളൂ എന്ന് വിചാരിച്ച സമയത്ത് സ്വാഭാവികമായിട്ടും കുറച്ച് അതിൽ നിന്നും ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ പ്ലസ് സൈസ് മോഡൽ അല്ലെങ്കിൽ ഇച്ചിരി നിറം കുറവാന്ന് കരുതിയിട്ട് എനിക്കിത് പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ എൻ്റെ
ഈ ബ്രാൻഡിൽ ശരിക്കും ആദ്യത്തെ ഒരു 10-15 മോഡൽസ് എന്ന് പറയുന്നതിൽ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, ലെസ്ബിയൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാരെ മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്തത് തന്നെ, ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുറേ ഓർഡേഴ്സൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ കോമൺ ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തപ്പോൾ അത് ശരിക്കും രസകരമായിരുന്നു. എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഒരാൾക്കൊരു ജംപ് സ്യൂട്ട് ഡിസൈൻ ചെയ്യണം. പക്ഷേ ആളുടെ പേരെന്താ? അങ്കിളിന് എന്തിനാണ് ജംപ് സ്യൂട്ട് എന്ന് ഞാനിങ്ങനെ തമാശക്ക് വെച്ചപ്പോൾ എടോ അയാൾ അങ്കിളൊന്നുമല്ല, പക്ഷേ അയാളെ എല്ലാവരും. അപ്പോൾ ആ പേരിൽ എനിക്കെന്തോ ഒന്ന് ക്ലിക്കായി. എന്നാൽ ഈ അങ്കിളിന് എനിക്കൊന്ന് കാണണമല്ലോ എന്ന് കരുതിയിട്ട് ഓക്കെ ഇയാൾ നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്ലേസിൽ നമ്മളെല്ലാവരും ഇടയ്ക്ക് ഒത്തുകൂടും, ഫുഡ് ഉണ്ടാക്കും, കഴിക്കും, സംസാരിക്കും. അങ്ങനെ ഞാൻ ഫിഷൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഓരോ ആൾക്കാരോട് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കുക്ക് ചെയ്യും. അപ്പം ഞാൻ ചെന്നപ്പം ഓക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം അതിൽ പറഞ്ഞ വ്യക്തി ഇങ്ങനെ ഇരിക്കും. അപ്പം ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ പെട്ടെന്നാണല്ലോ നമുക്ക് പൊട്ടിമുളച്ച് വരുന്നത്. നമുക്കൊരു മൊമെൻറ്റിൽ ചില കണക്ഷൻസ് ഫീൽ ചെയ്യും, അത് എല്ലാവരുടെ അടുത്തും നമുക്ക് ഫീൽ ചെയ്യത്തുമില്ല. അപ്പം എനിക്ക് പെട്ടെന്ന് ഇയാളോട് ഒരു കണക്ഷൻ തോന്നി, ഇതാണല്ലേ എന്നൊരു ഇത് തോന്നി. അപ്പം എനിക്ക് ഇയാൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കറിയില്ല. ഇയാൾ ഇത്ര റിച്ചാണോ, ഇയാളുടെ പ്രൊഫഷൻ എന്താണ്, ഇയാളുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട്, ഞാൻ ഇതൊക്കെ പറയുന്നതിൻ്റെ പുറകിൽ കാര്യങ്ങളുണ്ട്, ഒന്നും അറിയില്ല. ഞാൻ ഈ പുള്ളിയുടെ മെഷർമെൻറ്റ് എടുക്കുകയാണ്. അപ്പം ഞാൻ മെഷർമെൻറ്റ് എടുക്കാൻ നേരം പുള്ളി ഇങ്ങനെ നിന്ന് വിറക്കിയാ ശരിക്കും പറഞ്ഞാൽ. കാര്യം ഞാൻ അപ്പം നിൽക്കുന്ന പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മോഡലിങ്, കുറച്ച് ബോൾ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് കുറച്ച് ഫാൻ ബേസൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പം ഇവരൊക്കെ എന്നെ കാണാനും ഒരു മെസ്സേജിന് റിപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പം ഈ പുള്ളി ഈ കാണണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണല്ലോ എൻ്റെ ഈ മെഷർമെൻറ്റ് എടുക്കുന്നതെന്നുള്ള രീതിക്ക് പുള്ളി നിന്ന് ഇങ്ങനെ വിറയ്ക്കുക. അപ്പോൾ എനിക്കെന്തോ ഒരു ഇഷ്ടം തോന്നി. ഇപ്പം ഞാൻ എൻ്റെ ആ ഒരു കോമൺ മ്യൂച്വൽ ഫ്രണ്ടിനോട് പറഞ്ഞു, എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്കൊരു പ്രണയം തോന്നുന്നു, എന്താണെന്ന് അറിയത്തില്ല. അപ്പം എങ്ങനെയുണ്ട് ആളെന്ന് ചോദിച്ചപ്പം എൻ്റെ ഫ്രണ്ട് ആണ് പേര് പറഞ്ഞു, എടോ അയാൾ പാവ, തന്നെ പൊന്നുപോലെ നോക്കിക്കോളും, തനിക്ക് പറ്റിയ ഒരാളാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കി നമുക്ക് ഈ പൈസയോ കാര്യങ്ങളോ ഒന്നുമല്ല, എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടില്ലാത്ത അല്ലെങ്കിൽ മറ്റെവിടെ നിന്നും കിട്ടിയിട്ടില്ലാത്ത ഒരു കെയർ വേണമെന്ന് തോന്നി. അന്ന് രാത്രിയിൽ തന്നെ ഞാൻ നമ്പർ എടുത്തിട്ട് പുള്ളിയെ വിളിച്ചിട്ട് ഞാൻ തന്നെ പറയുകയാണ്, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. പുള്ളി ഷോക്കായിപ്പോയി. പുള്ളി ഉടനെ പറഞ്ഞ പുള്ളിയെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ ആളിങ്ങനെ കാര്യം പറഞ്ഞിരുന്നു, അവനും പാവമാണ്, ഒത്തിരി ലൈഫിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക, ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പുള്ളിക്ക്, നിങ്ങൾ ഒരുമിച്ച് പോയാൽ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞപ്പം ഞങ്ങളൊന്ന് കാണാൻ തീരുമാനിച്ചു. പിറ്റേന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പാലാരിവട്ടത്ത് താമസിക്കുമ്പോൾ ഈ പുള്ളി എന്നെ കാണാൻ വരുമോ, എൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ, ഞാൻ റെൻറ്റഡ് ഹൗസാണ്. അപ്പം വന്നു, ഞങ്ങൾ കണ്ടു, സംസാരിച്ചു, ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഹഗ് ചെയ്തു, കിസ് ചെയ്തു, ഞങ്ങളുടെ ഒരു പ്രണയം അവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാനുണ്ട്, ഞാൻ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഞാൻ ഇത്രയും വർഷം എന്തായിരുന്നു, എനിക്കിതിന് മുമ്പേ ഒരു പ്രണയം ഉണ്ടായിരുന്നു, അതെങ്ങനെ അവസാനിച്ചു എന്നുള്ളത് A to Z ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു. പുള്ളി അന്ന് രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാം എനിക്ക് ഓക്കെയാണ്, നീ ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം. അന്നേരം ഞാൻ നിൽക്കുന്ന എൻ്റെ ഒരു കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പൈസയുണ്ട്, വർക്കുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാം എനിക്കുണ്ട് ഇവിടെ. ഞാൻ എടുത്ത വർക്കിൻ്റെ അഡ്വാൻസ് മേടിച്ച പൈസയും തിരിച്ചു കൊടുത്തിട്ട് ഞാൻ റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് എല്ലാ സാധനങ്ങളും സെയിൽ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് ചണ്ഡീഗഡിലേക്ക് പോകുന്നത്. നിങ്ങൾ ഡേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാൾ കൊണ്ടാണ് അങ്ങോട്ട് മൂവ് ചെയ്തത്? ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് കൊണ്ട് ഞങ്ങൾ എല്ലാം ക്ലിയർ ചെയ്തു. കാര്യം പുള്ളി പോയതിന് ശേഷം ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ഇത്രയും ദൂരം ഞാൻ ചെയ്തിട്ടില്ല. അപ്പം പുള്ളി തന്നെ വന്ന് കൊണ്ടുപോയി. പക്ഷേ ഈ കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങൾ മീറ്റ് ചെയ്ത് സംസാരിച്ച് എല്ലാവർക്കും ഫുഡൊക്കെ മേടിച്ചു കൊടുത്ത് ഒരു വലിയ ഫങ്ഷൻ അല്ല എങ്കിൽ പോലും എന്നെ എൻ്റെ വീട്ടുകാർ കുടുംബ യാത്രയാക്കുന്നത് പോലെ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ ഇദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നോ? നിങ്ങൾ എല്ലാവരുടെ മുമ്പിലും പറഞ്ഞു. അതായത് ഈ പറഞ്ഞതുപോലെ എല്ലാ ആൾക്കാരുടെ പറഞ്ഞു, ഇവന് ഞാൻ എന്താ പറയുക, ഇവനെ ഞാൻ മരിക്കുന്നത് വരെയും ഈ പൊന്നു പോലെ നോക്കിക്കോളാന്നുള്ള രീതിക്കിട്ടാണ് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അപ്പം ഞാനൊന്നും ആളുടെ അടുത്ത് മറച്ചു വെച്ചിട്ടില്ല. എൻ്റെ ലൈഫ് എന്താണെന്നും ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും ഞാൻ ഏത് സ്റ്റേജിലാണ് ഇപ്പം നിൽക്കുന്നത് പോലും ഞാൻ പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻഡ് ഓഫ് ദി ഡേ ഇപ്പം 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ അന്ന് ആളെ വിശ്വസിച്ച് പറഞ്ഞ പല കാര്യങ്ങളും അയാൾ എനിക്കെതിരെയുള്ള ആയുധമായിട്ട് എടുത്തിരിക്കുകയാണ്. എൻ്റെ ചെറുപ്പകാലമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അന്ന് ഒന്നും അറിയത്തില്ല. ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഗേ എന്നൊരു വേർഡ് അല്ലെങ്കിൽ ലെസ്ബിയൻ എന്നൊരു വേർഡ് അല്ലെങ്കിൽ ട്രാൻസ് ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല.
ഒന്നും അറിയത്തില്ല. നമ്മൾ ജനിച്ചപ്പം ഇങ്ങനെയായത്, അല്ലെങ്കിൽ ജനിച്ചപ്പോഴേ ജനിക്കുന്ന ഒരു കുഞ്ഞിനെ അറിയത്തില്ല ഞാൻ ഗേ ആണോ അല്ലെങ്കിൽ ഞാൻ ലെസ്ബിയൻ, ഒന്നും അറിയത്തില്ല. പോകെ ഇപ്പോഴും നമുക്കറിയത്തില്ല. 5 വർഷം കഴിഞ്ഞിട്ട് ഇനി എന്താണ് എൻ്റെ ലൈഫിൽ നടക്കാൻ പോകുന്നത്, ഞാൻ എങ്ങനെ എത്തിയത്, ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒന്ന് മാത്രം എനിക്കറിയാം, എനിക്ക് ഒരിക്കലും ഈ പറഞ്ഞതുപോലെ കാശിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചിട്ട് അവൾക്കൊരു ഫേക്ക് ഹോപ്പ് കൊടുത്തിട്ട് എനിക്ക് ചതിക്കാൻ എനിക്ക് കഴിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ്റെ ഫാമിലി ഞാൻ ഇങ്ങനെയാണ് തിരിച്ചറിഞ്ഞിട്ട് പോലും ചില ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മോനെ നിനക്ക് ഈ ജീവിതമൊക്കെ വിട്ടിട്ട് ഒരു പെൺകുട്ടീനെ ഞങ്ങൾ ഓക്കെ ആക്കി തന്നാൽ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റൂ? ഞാൻ പറഞ്ഞു പറ്റില്ല. എങ്ങനെയെങ്കിലും ആ കുട്ടിയെ കെട്ടിക്കഴിഞ്ഞ് എങ്ങനെയോ ഒരു കുട്ടി ആയാൽ പോലും ഞാൻ അവളോട് ചെയ്യുന്നത് ചതിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു പോൺ ആക്ടർ ആയിരുന്നു, ഞാൻ കുറച്ച് ബോൾഡ് ഫോട്ടോഷൂട്ട്സ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടി ചെയ്തു എന്ന് ആർക്കും അറിയില്ല. അറിയാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോൾ ഞാൻ ഈ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഒരിക്കലും ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടില്ല. ഞാനൊരു പോൺ വീഡിയോ ചെയ്തതാണെങ്കിൽ പോലും ഇപ്പോഴും സൈറ്റുകളിൽ കിടപ്പുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് ഒരു ഇൻ്റർനാഷണൽ അക്കൗണ്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. ശരിക്കും കാശിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനത് ചെയ്തത്. ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട്. പ്രണയത്തെ പറ്റി സംസാരിക്കുമ്പോഴായിരുന്നു ഇതിലേക്ക് ഡൈവേർട്ട് ആയത്. അപ്പൊ മൊത്തത്തില് 3 പ്രണയങ്ങളാണ് എന്നാണ് പറഞ്ഞത്. അതില് ഇദ്ദേഹമാണ് ലാസ്റ്റത്തെ, ഈ പറഞ്ഞ വ്യക്തിയാണ്. ഇത് പ്രണയമാന്ന് പറയുവാണെങ്കിലും ഇതായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രണയിച്ചത്. ഞങ്ങൾ ഇവിടുന്ന് പോയി ഞങ്ങൾ അവിടെ ഈ പറഞ്ഞതുപോലെ 5 വർഷം ഞങ്ങൾ താമസിച്ചു. പക്ഷേ ചെന്ന് ഒരു 2 months ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭൂതത്തിന്റെ കയ്യിൽ മാണിക്യം കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? ആ ഒരു അവസ്ഥയിലായിപ്പോ. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു മന്ത്രവാദി അല്ലെങ്കിൽ മന്ത്രവാദിനി ഒരു രാജകുമാരിയെ പിടിച്ച് കൂട്ടിലിട്ട് അടച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ആൾ എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ഞാൻ ഇവിടുന്ന് ചെന്നപ്പോഴത്തേക്ക് തന്നെ പുള്ളി എൻ്റെ സോഷ്യൽ മീഡിയ പേജുകളെല്ലാം ക്ലോസ് ചെയ്തു. എൻ്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എല്ലാം ക്ലോസ് ചെയ്തു. ഞാൻ ഇന്ന് ജുവലിനോട് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്നെങ്കിലും ഒരിക്കൽ സ്ക്രീനിൽ എനിക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം റിയാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം അത് ജനങ്ങൾ കാണണം, മനസ്സിലാക്കണം. ഇപ്പം സമൂഹത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഗേ, ലെസ്ബിയൻ, ട്രാൻസ് എന്ന് പറഞ്ഞ ആൾക്കാർ ഒരുപാട് മോശം രീതിയിൽ ചിത്രീകരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഈ ഇപ്പം പഠിപ്പുണ്ട്, വിവരമുണ്ട്, വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അംഗീകാരം കിട്ടാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം എൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിൽ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനത്തെ ഒരാളാണെങ്കിൽ ഒരിക്കലും കുടുംബത്തിലോട്ട് കയറാൻ പാടില്ല, ബാക്കിയുള്ള പിള്ളേരെ അത് അഫക്റ്റ് ചെയ്യും. എങ്ങനെ? അതാണ് പറയുന്നത്, മനുഷ്യർക്ക് തിരിച്ചറിവില്ല. ആ സെയിം ടൈമിൽ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമുണ്ട്. എൻ്റെ വേറൊരു സിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരു ആൺകൊച്ചിനെയാണോ ഇഷ്ടം, നിനക്ക് ഇഷ്ടപ്പെടുന്ന ജെനുവിനായിട്ടുള്ള ഒരാളെ നീ കൊണ്ടുപോവാ, ഞങ്ങൾ കല്യാണം നടത്തിത്തരാം, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് എൻ്റെ ഫാമിലി പറഞ്ഞിട്ടുണ്ട്. ഒരു പാർട്ട്ണർ എനിക്ക് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഈ പറഞ്ഞതുപോലെ ഓരോ 5 വർഷം കൂടുമ്പം അല്ലെങ്കിൽ 10 വർഷം കൂടുമ്പം ഇയാളെ ഒക്കെ അല്ല എന്ന് പറഞ്ഞാൽ ഇയാളെ കളഞ്ഞിട്ട് പോകാനല്ല, ലൈഫ് ലോങ് എനിക്കൊരാൾ എൻ്റെ കൂടെ വേണം. അത് ഞാൻ തുറന്ന് പറയുവാണ്, ഒരു പുരുഷൻ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഈ നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതിനുശേഷം ഇപ്പം കൂട്ടിൽ അടയ്ക്കപ്പെട്ട ഒരു കിളിയെ പോലെ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. അതിനുശേഷം എന്താ സംഭവിച്ചു? ഒരു ദിവസം പുള്ളിയുടെ ഒരു എക്സ് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരാൾ, ഇവർ തമ്മിൽ പിണങ്ങിയിരുന്നതിൻ്റെ അന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ എന്നോട് സ്റ്റോറികളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരാളെ ഇഷ്ടമായിരുന്നു, ഇവർ തമ്മിൽ ഒരുമിച്ചാണ് വിട്ടുപോയതിൽ സ്റ്റിൽ അയാളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഈ മനുഷ്യൻ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്, ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ചെറിയൊരു പ്ലേസിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എനിക്കൊരു ബിസിനസ് പ്ലാൻ ഉള്ളത് കൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അത്യാവശ്യം നല്ലൊരു 2 BHK ഫ്ലാറ്റൊക്കെ എടുത്തു, വീടൊക്കെ സെറ്റ് ചെയ്തു, എല്ലാം നല്ല അടിപൊളിയായിട്ട്. എല്ലാ പ്രണയത്തിലും ഈ പറഞ്ഞ പോലെ ആദ്യത്തെ 1 വർഷം അല്ലെങ്കിൽ 6 മാസം എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രണയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അത് മേടിക്കും, ഇത് കൊടുക്കും, പ്രണയത്തിൻ്റെ അങ്ങേയറ്റം പീക്ക് ലെവലിൽ കൊണ്ടുപോയിക്കും. ഇപ്പോൾ എന്നെ പറഞ്ഞ വ്യക്തി ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇപ്പം ഞാൻ മോശമാണ്, എൻ്റെ ക്യാരക്ടർ മോശമാണ്, എനിക്ക് വേറെ ആൾക്കാരുമായിട്ട് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊക്കെ പുള്ളി പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. എനിക്ക് വേറെ ആൾക്കാരുമായിട്ട് കണക്ഷൻസ് ഉണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് കൂടെ ആ വീട്ടിൽ താമസിക്കേണ്ട ആവശ്യമില്ല. ശരിയല്ലേ? എനിക്ക് കൊച്ചിയിൽ ഒറ്റയ്ക്ക് നിൽക്കാം, അടിച്ചു പൊളിച്ച് നടക്കാം, അവിടെ നിന്നിട്ട് ഈ പറഞ്ഞതുപോലെ കുറേ പൈസ മേടിച്ചിട്ട് അടിച്ചു പൊളിച്ച് നടക്കാൻ എല്ലാം ചെയ്യാം. ഇപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഞാൻ ജുവലിനോടും പറഞ്ഞിട്ടുണ്ട്, 2 lakhs rupees പുള്ളി എനിക്ക് ഇട്ട് തന്നത്. അതിൽ 1.5 ലക്ഷം രൂപ 3 വട്ടം പുള്ളിയെ കാണാൻ വേണ്ടി ചണ്ഡീഗഡിലേക്ക് ഫ്ലൈറ്റ് എടുത്ത് പോയ പൈസയായി, ഹോട്ടലിൽ താമസിച്ചതിന് പൈസയായി. ഈ 2 ലക്ഷം രൂപ എങ്ങനെ തീർന്നു എന്നുള്ളത് അതിനകത്തുണ്ട്. ഇപ്പം കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 20,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് കാണും. ഞാൻ ബാക്കി പൈസയ്ക്ക് ഞാൻ ഇവിടെ എറണാകുളത്ത് ഒരു വീടെടുത്തു, റെൻറ്റഡ് ഹോം എടുത്തു, പിന്നെ സാധനങ്ങൾ മേടിച്ചു, ഞാൻ സെറ്റായി. പിന്നെ ഇതിൻ്റെ പിറകെ നടന്ന് ഒത്തിരി പൈസ പോയിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിലേക്ക് പോകാൻ നേരം ഞങ്ങളൊരു 10 lakh rupees ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു.
അതിൽ പകുതി പൈസ പുള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിലവഴിച്ചതാണ്. അതിന് തെളിവുണ്ട്. ഇപ്പം പൈസ ചിലവാക്കുന്നതിന് നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. ഓക്കെ, റീസെന്റ് 5 years എൻ്റെ അക്കൗണ്ടിൽ എത്ര പൈസ വന്നു പോയിട്ടുണ്ടെന്ന് പുള്ളി ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. എൻ്റെ 2 അക്കൗണ്ടും ഈ കൊച്ചിയിൽ ബാങ്കിലാണ് ഉള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം, ഞാൻ പുള്ളിയെ ഭീഷണിപ്പെടുത്തി ഞാൻ കാശ് മേടിക്കുന്നു എന്നുള്ളൊരു കാര്യം പുള്ളിയുടെ ഫാമിലിയോടും എൻ്റെ ഫാമിലിയോടും എല്ലാവരോടും പുള്ളി പറഞ്ഞിട്ടുണ്ട്. ജുവലിന് അറിയോ, ഈ 2 ലക്ഷം രൂപ എനിക്ക് ഇട്ടു തന്നതിൻ്റെ പിറ്റേ ദിവസം കൊച്ചിയിൽ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ബാങ്ക് ഓഫ് ബറോഡയിൽ പോയിട്ട് എൻ്റെ ഉമ്മായെ നോമിനി വെച്ചത് മാറ്റിയിട്ട് ാണ് ഞാൻ നോമിനി ആക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ചത്തുപോയാലും എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ആർക്കാ കിട്ടുന്നത്? ഇത് ഈ രീതി പറയുമ്പോഴേ ചിലപ്പോൾ അത് എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് എന്ന് ക്ലാരിറ്റി പ്രശ്നം ഉണ്ടാവും. ശരിക്കും അവിടെ വെച്ച് എന്തൊക്കെയായിരുന്നു? ഇപ്പം ഒരു വ്യക്തി വന്നു എന്ന് പറഞ്ഞു, മൂന്നാമതൊരു വ്യക്തി, അതിനുശേഷമാണോ ഇദ്ദേഹത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്? അതിനുശേഷം എന്നല്ല ജുവൽ, നമ്മുടെ ഒരാളുടെ ഒരു ഹിസ്റ്ററി നോക്കുമല്ലോ. ഇപ്പൊ എന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ആളിപ്പം നിലവിലില്ല. ഞാൻ ഒരാളുടെ കൂടെ ഒരു 1.5 വർഷത്തോളം ജീവിച്ചിട്ടുള്ളൂ. ഇയാളുടെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 or 6 പേര് ഇയാളുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്. ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 2 വർഷം ഒരുമിച്ച് ജീവിക്കുന്നു, മാറുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു, മാറും. അപ്പോഴേ ഇതൊക്കെ നമ്മൾ ചെന്നതിന് ശേഷമാണ് ഇതൊക്കെ തിരിച്ചറിയുന്നത്. ഇയാളുടെ കൂടെ ഇപ്പോൾ ഓരോ ദിവസം ഇയാളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇന്ന ആൾ എൻ്റെ കൂടെ. അപ്പം നമ്മൾ എന്തുകൊണ്ട് പിന്നെ ഒരാൾ നന്നാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇത്രയും പേര് ഇട്ടിട്ട് പോയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു പാർട്ട്ണറേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇഷ്ടം എല്ലാവരൊക്കെ തോന്നിച്ചിട്ടുണ്ട്, പക്ഷെ ആരുടെ നമ്മൾ അങ്ങനെ താമസിച്ചിട്ടൊന്നുമില്ല. ഈ പുള്ളി വന്നിട്ട് ഇവർ തമ്മിൽ സംസാരിച്ചു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, ഇവർ ഇപ്പോഴും ഒരു പ്രണയം ഇവരുടെ ഉള്ളിലുണ്ട്. ഒരു പക്ഷെ ഞാനൊന്ന് മാറിക്കൊടുത്താൽ ഇവർ ചിലപ്പോൾ ഒന്നിക്കും. അപ്പോഴും ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ ഇവരൊന്നിച്ച് ജീവിച്ചോട്ടെ, ഞാൻ വന്നേ മാറിക്കൊടുക്കാൻ റെഡിയായിരുന്നു. അപ്പോൾ ഈ വ്യക്തി വന്നപ്പം ഞാൻ 2 പേരെ ഇരുത്തി സംസാരിച്ചു. നിങ്ങൾ 2 പേരും നല്ല മാച്ചായിരുന്നല്ലോ, ഇത്രയും നല്ല സ്നേഹം ഉണ്ടായിട്ട് പിന്നെ എന്തിനു നിങ്ങൾ പിരിഞ്ഞു? നിങ്ങൾക്ക് ഒന്നിച്ചുകൂടെ? എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ 2 പേരും ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യരുത്. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്നിച്ച് ട്രാവൽ, അവർക്ക് ഡ്രീം ഉണ്ടായിരുന്നു. അവർ 2 പേരും ട്രക്കിങ്ങും ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഞാൻ അതൊന്നും അങ്ങനെ അധികം ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ പൊയ്ക്കോ, എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരും പ്രശ്നം ഉണ്ടാക്കില്ല. നിങ്ങൾ 2 പേരും പൊയ്ക്കോ. അങ്ങനെ ഇവർ പിന്നെ തൊട്ട് വിളിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു, പോകുന്നു. അപ്പം തന്നെ എനിക്ക് തോന്നി ഇത് ചിലപ്പോൾ മിക്കവാറും ഇവർ തമ്മിൽ ഒന്നിച്ച് പോകും, ഞാൻ ഇവിടെ നിന്ന് ഔട്ടാവുമെന്ന് എനിക്ക് അന്നേ ഒരു ഫീല് വന്നു. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു ദിവസം ഇയാളെ കാണാൻ, ഇയാൾ താമസിക്കുന്ന സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇയാൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അങ്ങനെ അന്ന് അവിടെ പോയി ഒരു നൈറ്റ് അവിടെ താമസിച്ചപ്പം ആളുടെ ഒരു ബോയ് ഫ്രണ്ടുമായിട്ടാണ് നിലവിൽ താമസിക്കുന്നത്. അവിടെ അന്നത്തെ ദിവസം കുറച്ച് ഇൻസിഡൻസ് നടന്നു. ശരിക്കും പറഞ്ഞാൽ അത് അന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇതൊക്കെ വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആരെ ചതിച്ചതെന്നുള്ളത്. ഈ ആൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കിടന്നപ്പം ഞാൻ ഗസ്റ്റ് റൂമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ എനിക്ക് നിങ്ങളുടെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്ന് കിടന്നപ്പോൾ രാത്രിയിൽ ഇയാൾ എൻ്റെ പാർട്ട്ണറുമായിട്ട് മിസ്ബിഹേവ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഞാനത് മിണ്ടിയില്ല, കാരണം അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് ചെയ്തിട്ട്. പക്ഷേ കൈവിട്ട് പോവുകയാണെന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആരാണ് ജുവലെ അവിടെ ആദ്യം ചീറ്റ് ചെയ്തിരിക്കുന്നത്? എല്ലാം വിട്ടെറിഞ്ഞ് എൻ്റെ കരിയറും വിട്ട് ഫ്രണ്ട്സിനെയും വിട്ട് ഈ ചണ്ഡീഗഡിൽ ഇയാളെന്നും പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ബെഡിലേക്ക് വന്ന് കിടന്ന് സ്വന്തം ബോഡിയിൽ ടച്ച് ചെയ്തപ്പോൾ എന്തുകൊണ്ട് നോ പറഞ്ഞില്ല? ഞാനാണ് അടുത്ത് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സൊന്ന് പാളി. പിന്നീട് ചോദിച്ചിരുന്നോ? പലപ്പോഴും ചോദിച്ചപ്പോഴെല്ലാം ഇങ്ങനെ ഉരുണ്ട് മറിയുക, തകിടം മറിയുക. പിന്നെ ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ, അന്ന് ആ സ്ഥലത്ത് പോയിട്ട് തിരിച്ച് വന്നതിൻ്റെ ഇപ്പം തന്നെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് ഇവർ തമ്മിൽ അങ്ങ് അടിയായി. എങ്കിലും ഞാൻ ഈ ബന്ധം വെറുതെ അടിവെച്ച് പോവണ്ട, നല്ല രീതിക്ക് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാനിത് കൂട്ടി യോജിപ്പിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പം എൻ്റെ പാർട്ട്ണർ എന്നുള്ള ആൾക്ക് റിവെഞ്ച് കയറി കഴിഞ്ഞാൽ പുള്ളി എന്തും ചെയ്യും. ഉടനെ തന്നെ ഈ വ്യക്തിയുടെ ഫാദറിനെ വിളിച്ച് ഇൻഫോം ചെയ്യാൻ പുള്ളി ട്രൈ ചെയ്തു. കാരണം ഇന്ന ആൾ ഇങ്ങനെയാണ്, ഇന്ന ആളുടെ കൂടെ ഒരു ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ഇന്ന സ്ഥലത്ത് ജീവിക്കുകയാണെന്ന് ഫാമിലിയിൽ ഇൻഫോം ചെയ്യാൻ. അപ്പം അത് ഇൻഫോം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവിടെ പ്രശ്നം പൊട്ടും. എൻ്റെ പേരൻസിനൊന്നും അറിയില്ല, ഞാൻ അറിയിക്കണമെന്നും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ സിറ്റുവേഷൻ കാരണം ഇത് ഇപ്പം അവരറിയണം. കാരണം നാളെ ചിലപ്പം അമ്മിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ 5 വർഷം എൻ്റെ കൂടെ ഞാനാ ജീവിച്ചെന്നുള്ളത് ലോകത്തിനറിയാം. തെളിവുണ്ട്. അപ്പോൾ അവരെ മോനെ ഞാൻ കൊന്നേ പറയത്തുള്ളൂ. കാരണം ഇപ്പോഴും അവർ വിശ്വസിച്ചിരിക്കുന്നത് എനിക്ക് ഭ്രാന്താണെന്നാണ്. പറഞ്ഞു പരത്തിയേക്കുന്ന അങ്ങനെയാണ്. ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കരുതെന്ന് എൻ്റെ ഒരു പ്രൂഫുണ്ട്. എൻ്റെ ഈ പറഞ്ഞതുപോലെ എല്ലാ വീഡിയോയും കോൾ റെക്കോർഡിങ്ങും
എല്ലാം പ്രൂഫുണ്ട്. അപ്പൊ അഗൈൻ ഞാൻ ചോദിക്കുന്നത്, അന്ന് ആ ഒരു സംഭവം നടന്നു, അത് ചോദിച്ചു, ഉരുണ്ട് കളിച്ചു. അതെ. അതിനുശേഷം പിന്നെ ഈ ഒരു ഇപ്പൊ ഭ്രാന്താണെന്ന് പറഞ്ഞു വരുത്താൻ മാത്രമുള്ള പ്രശ്നങ്ങളിലേക്ക് എങ്ങനെയാണ് വന്നത്? സോഷ്യൽ മീഡിയയിൽ നമ്മുടെ മ്യൂച്വൽ ഫ്രണ്ട്, ഞാൻ അതിനുശേഷം എനിക്ക് ബിഗ് ബോസ് ചെയ്തൊരു ഓഫർ വന്നപ്പോൾ വീണ്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ റീസ്റ്റാർട്ട് ചെയ്തു. കാരണം നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ലാണ്ട് നമുക്ക് അതിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ചില ദിവസങ്ങളിൽ എടാ നിന്റെ ആ മ്യൂച്വൽ ഫ്രണ്ടിനെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തേക്കെന്ന് പറയാം. എന്ത് പറ്റി? അത് ആളെന്നോട് മോശമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞ ആള് നിന്നോട് മോശമായിട്ട് ഞാൻ എന്തിനു ബ്ലോക്ക് ചെയ്യണം? മനസ്സിലായില്ലേ? അത് പറഞ്ഞാൽ അത് പക്ഷേ അന്ന് ഞാൻ കരുതി ആ പയ്യനാണ് എന്നോട് മോശമായിട്ട് പെരുമാറിയെന്നുള്ളത്. പക്ഷെ ഇന്ന് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി ആരാണ് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അത് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് എന്നെ കൊണ്ട് ബ്ലോക്ക് ചെയ്യിപ്പിച്ചത്. ഞാൻ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ ഒരേ ബെഡിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പം അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് അറിയാം. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവനൊരു സർജറി നടന്നു. ഏനലിൻ്റെ അവിടെ 2 സർജറി സെയിം ടൈമിൽ നടക്കുന്നത്. സർജറി നടക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഞാൻ ജീവിതം മുഴുവൻ ഇയാളെ കൂടെ കൂട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചേക്കുക. ഞാൻ അത്രത്തോളം സെക്സ് അഡിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആ മൊമെൻറ്റിൽ ഇയാളെ വിട്ടിട്ട് വരണ്ടേ? ഇനി ലൈഫ് ലോങ് എനിക്ക് ഇയാളുമായിട്ട് കോണ്ടാക്ട് വയ്ക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞൊരു മനുഷ്യനാണ് ഞാൻ. ശരിയല്ലേ? അപ്പം ഞാൻ അയാളെ ഉപേക്ഷിക്കണമായിരുന്നു. ഉപേക്ഷിച്ചോ? ഇല്ല. ഞാൻ ചേർത്ത് പിടിച്ചു. എടാ, സെക്സിനും അപ്പുറം ജീവിതം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ മനസ്സുകൊണ്ടുള്ള ഒരു കണക്ഷനുണ്ട്, അത് മതി നമുക്ക് ജീവിക്കാൻ. അങ്ങനെ ഈ സർജറിയുടെ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ജുവലെ എൻ്റെ ലൈഫിൽ എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഈ എന്ന് പറയുന്ന വ്യക്തി ഈ ഇൻ്റർവ്യൂ ഇത് എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവൻ്റെ കണ്ണുകളൊന്ന് അടച്ചിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം മാത്രം അവനൊന്ന് കേൾക്കുക. സർജറി എങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ ടവൽ നോക്കാൻ, ടവലിൽ മൊത്തം ബ്ലഡാണ്, ഫുൾ ബ്ലഡ്. ഞാൻ ചോദിച്ചു ഇതെന്താ ബ്ലഡ്? അപ്പോൾ പറഞ്ഞാൽ അത് എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. അതാണ് പുള്ളി പറയില്ല ഒരിക്കലും, എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി? എനിക്ക് ബ്ലീഡിങ് ഉണ്ട്. ബ്ലീഡിങ് എവിടെ നോക്കട്ടെ. അപ്പം ജോലി ചിന്തിക്കണം, ഇതൊരു 6 മാസത്തോളം പുള്ളി പാഡ് വെച്ചിട്ട് ജോലിക്ക് പോലും പോകുന്നത്. അപ്പം ചിന്തിക്കണം, ഞാൻ സെക്സിനായിരുന്നോ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്? അല്ല. അങ്ങനെ കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ ഞാനിത് കാണുമായിരുന്നല്ലോ. കണ്ടിട്ടില്ല. പുള്ളി ഞാൻ പിടിച്ചു നോക്കിയപ്പം ബ്ലഡാടാ പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഫുള്ള്. ഞാൻ പറയും ഇത് പറ്റില്ല എഴുതേക്ക്. മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, നഴ്സാ, ഡെയിലി ഡോക്ടർമാരെ കൂടെയാണ്. നമുക്കൊരു പക്ഷേ ഇപ്പം എൻ്റെ ഒരു പ്രൈവറ്റ് ഏരിയയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുക. അയ്യോ ഡോക്ടർ എനിക്ക് വയ്യല്ലോ എന്ന്. ഈ പുള്ളി അതും വെച്ചുകൊണ്ടിരുന്നു. അപ്പം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കിൽ അവരുടെ സെൻട്രൽ ഗവൺമെൻറ് ആയതുകൊണ്ട് അവിടെ ഈ സർജറി ഇല്ല. അപ്പോൾ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് ഉണ്ട് ക്ലിനിക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മൊത്തം കുളവാ, ഇന്ന് തന്നെ കീറിയേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ ലീവ് എടുക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നേഴ്സ് ആയതുകൊണ്ട് നമുക്ക് സ്പോട്ട് ലീവ് കിട്ടില്ല, ICUവിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ മാഡത്തെ വിളിച്ചിട്ട് ലീവ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു 15 ദിവസം കൊണ്ട് ക്ലിയർ ആവുമെന്ന് പറഞ്ഞതാണ്. 2 months എടുത്തു. ഇപ്പോഴും അവൻ അത് ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഹീലാവില്ല. അപ്പം പെട്ടെന്നൊരു പൈൽസ് ഫിസ്റ്റുല എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു കളിയാക്കൽ തോന്നും. പക്ഷേ ഇത് അനുഭവിച്ച ആൾക്കാർക്ക് ഇതിൻ്റെ പെയിൻ എന്താണെന്ന് മനസ്സിലാക്കത്തുള്ളൂ. ഞാൻ കണ്ടു. ദൈവമേ ഇത് ആർക്കും കൊടുക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കത്തുള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് ഈ സൂചി കാണുന്നത് തന്നെ എനിക്ക് പേടിയുള്ള ഒരാളാണ്. പിറ്റേ ദിവസം സർജറി കഴിഞ്ഞ് പൈസ ഇല്ലടാ. എന്നാൽ ഒന്നാമത്തെ കാര്യം, 1 രൂപ കയ്യിലില്ലാത്തൊരു സമയമാണ്. കുറേ പൈസ ഈ ബിഗ് ബോസിൻ്റെ പിറകെ പോയിട്ടുണ്ട്. കുറേ പൈസ ബിഗ് ബോസിലുള്ളൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എക്സ് കണ്ടസ്റ്റൻസ്, ആളെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് 50,000 രൂപ കൊടുത്തിട്ട്. ആ കഥ എനിക്കിവിടെ പറയേണ്ട കാര്യമുണ്ട്. സീസൺ 4 നമ്മുടെ ദിൽഷയുടെ ടൈമിൽ ആദ്യത്തെ 2 weeks ഉണ്ടായിരുന്ന കുട്ടിയാണ്. ഈ കുട്ടിയുടെ പ്രശ്നം കണ്ടിട്ട് ഒരു 50,000 രൂപ ഹെൽപ്പ് ചെയ്തത് 6 മാസം തിരിച്ചു തരാമെന്ന് പറഞ്ഞ പൈസ 3 വർഷം കഴിഞ്ഞിട്ട് തന്നിട്ടില്ല. എന്നിട്ട് എനിക്കെതിരെ കൊണ്ട് തൃശ്ശൂർ പോലീസിന് കേസ് കൊടുത്തിട്ട് എന്നെ വിളിപ്പിച്ചായിരുന്നല്ലോ. എന്ത് യോഗ്യതയുണ്ട് ആ കുട്ടിക്ക്? കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ചണ്ഡീഗഡിൽ വന്ന് ഒരാഴ്ച താമസിച്ചിട്ടുള്ള, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഇന്നും പെങ്ങളപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 5 പെങ്ങന്മാരുള്ളതിൽ ഒന്ന് 6ാമത്തെ നീ അന്ന് കൂട്ടിക്കോന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു സാഹചര്യം വന്നപ്പോൾ പൈസയില്ല. ഞാൻ വിളിച്ച് ചോദിച്ചേടാ പൈസ വേണം, അവന് നാളെ സർജറിയാണ് ഉള്ളത്. 4,000 രൂപ 5,000 രൂപയും കണ്ട് ഇട്ട് തന്നത്. അപ്പോഴും അവർക്ക് തരാനുള്ള വകുപ്പുണ്ട് പുള്ളിക്കാരത്തേക്ക്, തന്നിട്ടില്ല. എൻ്റെ കയ്യിലും പൈസ ഇല്ല. ഞാൻ പലരിടത്തും ഞാൻ കടം ചോദിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ കൊണ്ട് ഉണ്ടായിരുന്നുള്ളൂ. സർജറി കഴിഞ്ഞ് വീട്ടിൽ വന്ന് 2 മാസം റെസ്റ്റാണ്. ഡെയിലി 3-4 നേരം ഡ്രസ്സിങ് ചെയ്യണം. ബ്ലീഡിങ്ങാണ്. എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ രാത്രി ഒന്ന് കണ്ണിങ്ങനെ മയങ്ങി വരുമ്പോൾ ഇവൻ ഈ ഈച്ചകൾ കിടന്ന് വിറയ്ക്കുന്ന പോലെ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുക, ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു കാര്യം എടുത്ത് പറയണം, ഇപ്പം അവൻ പിണക്കം വെച്ചേക്കുന്ന അവൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ്റെ കൊളീഗ് എന്ന് പറഞ്ഞൊരു മലയാളി.
ആ ചെക്കനാണ് വന്ന് വിളിക്കുമ്പോഴെല്ലാം കാറും കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഈ ഡ്രസ്സിങ് ചെയ്യുന്നത്. എനിക്ക് പേടിയാണ്, എനിക്ക് ചോര കാണാൻ എനിക്ക് ഭയങ്കര പേടി. ഇപ്പം ഞാനൊരു കാര്യം ചൊല്ലിനോട് ചോദിച്ചു നോക്കട്ടെ, ഈ പറയുന്ന ആൾക്കാരെല്ലാം എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. ബ്രദർ എന്ന് പറഞ്ഞ വ്യക്തി എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതിനോടൊപ്പം ഇപ്പം ജീവിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന എൻ്റെ ഇടയിലെ പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞ പാലക്കാടുള്ള ഒരു പയ്യനുണ്ട്. ആ പയ്യൻ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അച്ഛൻ എന്നെ ഭ്രാന്തനെന്ന് വിളിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല, അമ്മയുടെ അടുത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല. അവർ വയ്യാണ്ടിരിക്കുന്ന, അവർക്കൊരു പാർക്കിൻസോൺസ് പ്രശ്നം വന്നിട്ട് ഒരു സൈഡൊക്കെ തളർന്നിരിക്കുന്ന ഒരു ലേഡിയാണ്, ഏജ്ഡ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഇത് കാണുവാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആരെങ്കിലും വന്നായിരുന്നോ ആ സമയത്ത്? ഒരു മനുഷ്യൻ വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. ഒരാൾ ഈ പറയുന്ന അച്ഛനോ അമ്മയോ പിന്നെ ഇവൻ്റെ സഹോദരനോ എന്നെ വിളിച്ച് ഈ പറഞ്ഞ ഇതിനൊക്കെ വിളിച്ച് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു, ഞാൻ ജീവിച്ചു എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ഒരാൾ വന്നിട്ടില്ലടാ, ഒരാൾ വന്നിട്ടില്ല എൻ്റെ വീട്ടിൽ. ഇപ്പം പറഞ്ഞല്ലോ, ഞാൻ കണ്ണി കണ്ടവരടുത്ത് വീഡിയോ കോൾ ചെയ്ത് പൈസ ഉണ്ടാക്കി എന്നുള്ളത് ചെയ്തിട്ടുണ്ടോടാ അജുവലെ? കാരണം ഒരു ദിവസം ഇവന് നല്ല ഫുഡ് കഴിക്കണം. ആ ടൈമിൽ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് 2 ദിവസം വെച്ച് ഞങ്ങളിത് കഴിച്ചിട്ടുണ്ട്. പിറ്റേന്ന് ഞാൻ പോയി ഫ്രിഡ്ജ് തുറന്ന് നോക്കാൻ നേരം ഉണ്ടല്ലോ, ഒരു സാധനം ഇല്ല അതിൻ്റെ അകത്ത്. എന്ത് ചെയ്യും? ഒരു പൈസ ഇല്ല. ഞാനപ്പോൾ സാരീസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ഓർഡറെങ്കിലും വരുവാണെങ്കിൽ പോയി സാധനം മേടിക്കാമെന്ന് എഴുതിയിട്ട്. ഞാനപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, എനിക്ക് ചോദിക്കാൻ മടിയായിട്ടാണെങ്കിൽ എൻ്റെ ഒരു ഓസ്ട്രേലിയയിലുള്ള ഒരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞോളൂ, എനിക്കൊരു 5000 രൂപ കടം വേണം. അപ്പോൾ ആൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. സ്നേഹം എന്ന് വെച്ചാൽ ഞാൻ ആളെയും കുറ്റം പറയത്തില്ല, നമ്മളോട് ഒന്ന് ഡേറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒന്ന് കാണണോ നമുക്ക് താല്പര്യമുള്ള വ്യക്തി. അപ്പോൾ അവൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കി. ഞാൻ ഇട്ട് കൊടുത്തു. പുള്ളി 5000 രൂപ ഇട്ട് വന്നിട്ട് ഉടനെ വാട്സപ്പിലൊരു മെസ്സേജ്, എടാ എനിക്കൊന്ന് വീഡിയോ കോളിൽ നിന്നെ കാണണമെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തിനാണെന്നുള്ളത്. ഞാൻ ഓക്കെ പൈസ മേടിച്ചും പോയി, ഓക്കെ വീഡിയോ കോളിൽ വന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ അവൻ പറഞ്ഞടാ എനിക്ക് നിന്നോട് കാണുന്നത്. ഞാൻ പറഞ്ഞോടാ എനിക്ക് ഇപ്പം ഞാൻ ഇങ്ങനെ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല, ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്, ഞാൻ എപ്പോഴെങ്കിലും പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു. ഇനിയും കൊണ്ട് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ATM പോയി 5000 രൂപ വലിച്ചെടുത്തിട്ടാണ് വീട്ടിലേക്കുള്ള പച്ചക്കറി അരി സാധനങ്ങൾ മേടിച്ചുകൊണ്ടൊന്ന് കുക്ക് ചെയ്ത് ഞങ്ങൾ കഴിക്കുന്നത്. ഇപ്പം ഇവൻ പറയുന്നുണ്ടല്ലോ ഞാൻ മോശമായിരുന്നു, ഞാൻ എന്നെ സെല്ല് ചെയ്തിട്ടുണ്ട്, എന്നെ വിറ്റ കാശിന് ഇവൻ കഴിച്ചിട്ടുണ്ട്, ഇവൻ്റെ വീട്ടുകാർ കഴിച്ചിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് കഴിച്ചിട്ടുണ്ട്, എല്ലാവർക്കും പങ്കുണ്ട്. ഞാൻ അത്ര നല്ലതൊന്നുമല്ല, ഞാൻ മോശം തന്നെയാണ്. പക്ഷേ എന്നെ ഇവൻ ഒറ്റ കൊടുത്ത് ഇവൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോണ ദിവസം ഞാൻ മേടിച്ചു കൊടുത്ത ഭക്ഷണം ഇവരെ വയറ്റിൽ കിടപ്പുണ്ട്. ഇപ്പോഴും ഞാൻ പറയുക, എനിക്ക് നന്നായി ഇരിക്കണമെന്ന് ആഗ്രഹമുള്ള എവിടെയാണെങ്കിലും ഞാൻ ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് ഈ വക്കീൽ, എൻ്റെ വീട്ടുകാർ, നിങ്ങൾ ഈ ചാനൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഞാൻ കണ്ട് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഞാൻ നല്ലവനാണെന്ന് പറയാനല്ല ശ്രമിക്കുന്നത്. മനസ്സിലാക്കേണ്ടിയുള്ള ഒരൊറ്റ കാര്യം, അന്നും ഇന്നും എന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഞാൻ അത്രയും മോശ സാഹചര്യത്തിൽ നിന്ന് കയറി വന്ന ഒരാളാണ്. എൻ്റെ ഏറ്റവും മോശ അവസ്ഥയിൽ ഈ 10-12 വർഷം ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് കാണുന്ന ആൾക്കാരുടെ പലരും ചോദിക്കും, നീ എന്തിനു പ്രേമിക്കാൻ പോയി, അല്ലെങ്കിൽ നീ എന്തിന് പോൺ വീഡിയോ ചെയ്യാൻ പോയി, നീ എന്തിനാ അത് ചെയ്തു, നീ എന്ത് ചെയ്തു? എനിക്ക് എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊന്നും പറ്റത്തൊന്നുമില്ല. എനിക്ക് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. എനിക്ക് ഇന്ന ആൾക്കാരെ കണ്ടിട്ട് ഞാൻ ഇന്നതാണെന്ന് എനിക്ക് ആരെയും ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിച്ചാൽ മതി. എനിക്ക് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും ഒരാൾ കൊണ്ടുവന്നൊരു 10 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാലും എൻ്റെ വീട്ടിലെ പ്രശ്നം തീരത്തില്ല. എനിക്ക് എല്ലാവരെയും സേവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൂ. ഞാൻ വെള്ളിയാഴ്ച ജുവലിനോട് പറഞ്ഞു, ഞാൻ വെള്ളിയാഴ്ച എൻ്റെ വീട്ടിലേക്ക് പോവാ. ഇപ്പോഴും ഞാൻ ഉള്ളതിൽ പങ്ക് ഞാൻ വെച്ചിട്ടുണ്ട് എൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. സർജറിക്ക് ശേഷം പിന്നെ എന്താ സംഭവിച്ചത്? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ നോക്കാവുന്ന ഒരു 6 മാസം കൊണ്ട് ഒരു ചേഞ്ച്. ഡെയിലി 1 മണിക്കൂർ നടക്കാൻ പോകാൻ തുടങ്ങി, ജോഗിങ്ങിന് പോകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു നല്ല കാര്യം, ഒരിക്കലും ചെയ്യാണ്ടിരിക്കുന്ന ഒരാളാണ്, നല്ല കാര്യം, നടക്കട്ടെ. പിന്നെ ഫോൺ ലോക്ക് ചെയ്ത് വെക്കാൻ തുടങ്ങി. എൻ്റെ ഫോൺ ഒരിക്കലും ലോക്കല്ല. പുള്ളി വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങി. ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ ഇത്രയും മണിക്കൂറുകൾ. അപ്പോൾ എനിക്ക് തോന്നി എന്തോ സംതിങ് ഉണ്ട്. ഒരു ദിവസം പുള്ളി നൈറ്റ് ഡ്യൂട്ടി വന്നിട്ട് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങാൻ നേരം AC ഇടുന്നതുകൊണ്ട് ഡോർ അടയ്ക്കുമല്ലോ നമ്മൾ. ഞാൻ കിച്ചണിൽ നിൽക്കുക. ഞാൻ ലൈം ജ്യൂസ് ഉണ്ടാക്കിയിട്ട് പുള്ളിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് തിരിച്ച് വരാൻ നേരം ഡോർ ലോക്ക് ചെയ്തു. അപ്പം മെയിൻ ഡോർ തുറന്നു കിടക്കുമ്പോൾ അവിടുത്തെ കാറ്റ് വന്നിട്ട് ഈ ഡോർ ചെറുതായിട്ട് തുറന്നിട്ട് ഞാൻ ഈ ഗ്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ പുള്ളി ആരോടോ സംസാരിക്കുന്നുണ്ട്. അത് ഞാൻ കേട്ടു. അപ്പം എനിക്ക് മനസ്സിലായി പുള്ളിക്ക് എന്തോ ഒരു പുതിയ ബന്ധമുണ്ട്. അവിടെ ഞാൻ വന്നിട്ട് ആ കിച്ചണിൽ ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ചോറും കറിയും വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ നിന്നങ്ങ് കരഞ്ഞു, കുറേ നേരം കരഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ അങ്ങ് പഠിപ്പിച്ചു. ശരിയാണ്,
പ്രണയം എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ 50 കൊല്ലം ഒരാളോട് ജീവിച്ച് 51ാമത്തെ വർഷം അയാൾക്ക് വേറൊരാളോട് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് പിടിച്ച് പറിച്ച് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. ഞാൻ മിണ്ടാതിരുന്നു. എന്നിട്ട് എനിക്ക് കാലിനൊരു സർജറി കഴിഞ്ഞു. ഈ ഓണത്തിൻ്റെ ഒരു മാസം മുമ്പേ ഞങ്ങൾ നാട്ടിലോട്ട് ഒരുമിച്ച് വരാൻ നിന്നതാണ്. എനിക്കൊരു വർക്ക് റിലേറ്റഡ് ആയിട്ട് വരാൻ നിന്നപ്പം പെട്ടെന്ന് എനിക്ക് കാലിനൊരു സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാനിങ്ങനെ കിടക്കണ സമയത്ത് ആൾ ചെയർ എടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടിട്ടിട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറയുകയാണ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്കറിയാം നിനക്കൊരാളെ ഇഷ്ടമാണ്, വയ്ക്കോ, പോയി ജീവിച്ചോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ, പോയി ജീവിച്ചു. ഞാൻ അങ്ങ് കരഞ്ഞു. അപ്പം പുള്ളിയും ഇങ്ങനെ മുഖം കുനിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, അത് വേറൊന്നുമല്ല, ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പേ ഉള്ളൂ, ഞാൻ നടക്കാൻ പോകുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്, ഞാൻ ഇൻസ്റ്റയിൽ പലരുമായിട്ട്. ഞാൻ പറഞ്ഞു, എനിക്കറിയാം നീ സംസാരിക്കാറുണ്ട്, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ ഒരു കാര്യം, നീ സന്തോഷമായിട്ടിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും എൻ്റെ ഉള്ളിൽ കിടന്ന് അവിടെ കിടന്ന് എനിക്ക് നമുക്ക് ഒരുപാട് സ്നേഹിക്കുന്ന വിട്ടുകൊടുക്കുമ്പോൾ ഉള്ളൊരു വേദനയുണ്ടല്ലോ. പുള്ളി അത് കേട്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയതുപോലെ പുള്ളി പെട്ടെന്ന് ആ പയ്യനെ വിളിച്ച്, ഞാൻ ആ പയ്യനെ നിനക്ക് കണക്ട് ചെയ്ത് തരാം, നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ കൂട്ടാവും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവനോടൊരു കാര്യം ചോദിക്കുക, നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം പലരും ഒരു കുട്ടി അഡോപ്റ്റ് ചെയ്യുന്നത് പോലെ അവൻ വളരെ പാവപ്പെട്ടൊരു വീട്ടിലെ പയ്യനാണ്, അവനും ഒരു ഡിസൈനർ പർദ്ദ ഡിസൈനിങ്ങാണ് ചെയ്യുന്നത്. അവന് നമ്മുടെ ഇടയിൽ നിന്ന് വളരാൻ താല്പര്യമുണ്ടെങ്കിൽ അവനോട് വരാൻ പറയും, നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതൊരു റോങ് മൈൻഡിൽ എടുക്കരുത്. ഇവിടെ 2 മുറിയുണ്ട്, നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ അപ്പുറത്തെ മുറിയിൽ നിന്നോളാം, ഞാൻ ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ പയ്യനായിട്ട് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുവാണ്, നീ ഒരു ദിവസം അവനോടൊന്ന് സംസാരിക്കണം, നല്ല പയ്യനാ, പാവ, അവൻ ഈ പറഞ്ഞ പോലെ ഒരു ഉമ്മ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്താ സംസാരിക്കാം? ആദ്യം ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ സംസാരിക്കണം, നിങ്ങൾ തന്നെ ആയിക്കോ. എന്നെ മുൻകൈ എടുത്ത് ആ പയ്യനെ വിളിച്ചു, ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ ആ പരിചയപ്പെട്ട മൊമെന്റിൽ തന്നെ എനിക്ക് തോന്നി, ഇവനാൾ ശരിയല്ല എന്ന് ഞാൻ ഫോട്ടോ കണ്ട മൊമെന്റിൽ ഞാൻ പറഞ്ഞു. എനിക്കൊരാളെ കാണുമ്പോൾ അറിയാൻ പറ്റും അവരെങ്ങനെയുണ്ടെന്നുള്ളത്. ഈ പയ്യനപ്പം ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡ് ആയിട്ട് സംസാരിക്കും. ഞാനൊരു മോനെ കുഞ്ഞേ എന്നുള്ള രീതിക്ക് വിളിച്ച്, എടാ നിനക്ക് ആള് പാവമാണ്, നിനക്ക് പിന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിന്നെ നോക്കിക്കോളും, ഞാൻ ഇത്ര നാൾ പുള്ളിയുടെ കൂടെയായിരുന്നു, ഞങ്ങൾ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇവൻ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? ഇവൻ എന്നോട് ചോദിക്കും, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചാൽ എന്താ, നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ എങ്ങനെയായിരുന്നു? ഇവൻ അതൊക്കെയാണ് അറിയേണ്ടിയുള്ളത്. ഈ നാട്ടിൽ വന്ന ഓണത്തിൻ്റെ സമയത്ത് ഇവർ കാണാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു പ്രീ പ്ലാൻഡ് ആണെന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. ഞാൻ കരുതി ഓക്കെ, എൻ്റെ പെർമിഷനോട് കൂടി ഇവർ കാണാൻ പോകുന്നു, ഞാൻ ആ പയ്യന് വേണ്ടിയിട്ട് കുറേ ഡ്രസ്സ് ഗിഫ്റ്റുകൾ, ഇവനെ കൊണ്ടുപോയി നല്ല ഫുഡ് മേടിച്ചു കൊടുക്കണം, നിങ്ങൾ സിനിമയ്ക്ക് പോകണം, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പൊയ്ക്കോ, എല്ലാം ഞാൻ പറഞ്ഞു. വേണമെങ്കിൽ നിങ്ങൾ സെക്സും ചെയ്തോ, ബട്ട് ഒരേ ഒരു കാര്യം, ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാട്ടിൽ വന്നു, വീട്ടിൽ പോയി, എല്ലാം എന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ കൊച്ചിയിൽ വന്നു, ഹോട്ടലിൽ ഈ പറഞ്ഞതുപോലെ താമസിച്ചു, സിനിമയ്ക്ക് പോയി, ഫുഡ് കഴിച്ചു, എന്നെ വിളിക്കുന്നുണ്ട്, എനിക്ക് ഫോട്ടോസ് അയച്ചു തരുന്നുണ്ട്. അപ്പം ഇവരുടെ ഭാഗത്തൊരു തെറ്റ് പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിലോ ഇവരൊരുമിച്ച് ഡേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ അത് എന്നെ അപ്ഡേറ്റ് ചെയ്യരുത്. ഈ പെർമിഷൻ കൊടുക്കുമ്പോഴും ഇദ്ദേഹം ആ വ്യക്തിനെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലേ? ഒരിക്കലുമില്ല. എന്നോട് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് എ ഫ്രണ്ട്, എനിക്കൊരു ക്രഷ് തോന്നി, എനിക്ക് ആളോട് ഒരു താല്പര്യം തോന്നി, അതുകൊണ്ടല്ലേ ഞാൻ കൊടുത്തു വിട്ടത്, നിങ്ങൾ പൊയ്ക്കോ. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ആ പയ്യനെ വിട്ട് കളയേണ്ട, പാവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഇവൻ്റെ സെയിം പ്രായത്തിൽ നിന്ന് അനുഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അറിയാണ്ട് തന്നെ ഇവർ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. ഞാൻ നിന്നാൽ ഒരിക്കലും അവൻ വരില്ല, എന്നെ അടിച്ച് വെളിയിലാക്കിയാലേ അവൻ വരത്തുള്ളൂ. നാട്ടിൽ നിന്ന് തിരിച്ച് വന്ന് ഡോറ് തുറന്ന അവനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഇവിടുന്ന് വിട്ട ആളേ അല്ല, ഞാൻ ഇവിടുന്ന് നല്ല ഒരുക്കി നല്ല അടിപൊളിയാക്കി വിട്ട ആൾ തിരിച്ചൊരുമാതിരി കോലം കെട്ടിട്ടാണ് തിരിച്ചാൾ വരുന്നത്. എന്നിട്ട് എന്നോടൊരു റിവെഞ്ച് മൈൻഡ്. ആളുടെ ഭാഗത്തുനിന്ന് ഫിസിക്കൽ അബ്യൂസ് ഉണ്ടായിരുന്നു? ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അടിച്ച് പൊട്ടിച്ചത് എന്നെ 7-8 10 അടി അടിച്ച് എൻ്റെ പല്ല് ഇവിടെ പോയിട്ടുണ്ട്. എന്നെ ഇവൻ്റെ പിന്നെ ചാറ്റ് ഹിസ്റ്ററി നോക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തപ്പോഴത്തേക്ക് തരില്ല എന്ന് പറഞ്ഞാൽ ബാത്റൂമിൻ്റെ അകത്ത് കയറി വാതിൻ്റെ അടക്കി വെച്ചിട്ട് അടിച്ച് ഇവിടെ മൊത്തം പൊട്ടിച്ചിട്ടുണ്ട്. ഇതെല്ലാം വക്കീൽ ഉൾപ്പെടെ അവരെ കണ്ടിരിക്കുക. ഈ ഫോണിൽ കിടപ്പുണ്ട് ഉപദ്രവിച്ചേക്കുന്നത്. ഇതൊക്കെ ആ മൂന്നാമത്തെ ആള് നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം സംഭവിച്ചത് എന്ന് പറഞ്ഞ വ്യക്തി വന്നതിന് ശേഷമാണ് ഇത്രയും അടി പൊട്ടിയേക്കുന്നത്. ഇപ്പം ഈ 5 വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ അടി പൊട്ടിയിട്ടില്ല. പിന്നെ നെക്സ്റ്റ് വീക്ക് ഈ പറഞ്ഞതുപോലെ എൻ്റെ ബർത്ത്ഡേ വന്നപ്പം പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ വീട്ടിൽ സംസാരം, അത് ഇത് ഞാൻ നോക്കാൻ നേരം ഒരു 24 മണിക്കൂറിൽ 23 മണിക്കൂറും അവന് വേണ്ടിയിട്ടാണ്. നമ്മുടെ പേഴ്സണലായിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പയ്യൻ്റെ ഉള്ളിൽ എന്നെ പറ്റി ഒരു നെഗറ്റീവ് ഇമേജ് അങ്ങ് വന്നു. അങ്ങനെ
ഈ പയ്യൻ എന്നെ വിളിച്ച് ഭയങ്കര ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. പക്ഷേ എടാ ഇവർ തമ്മിൽ വിളിക്കുന്നത് തന്നെ കോണ്ടാക്റ്റിലെ പേരൊക്കെ ചേഞ്ച് ചെയ്ത് എൻ്റെത് അജു എന്നും ആക്കി, അവൻ അപ്പൂസെന്നും ആക്കി, ഇച്ചനും ആക്കി. ഇവർ അപ്പൂസും ഇച്ചനും. ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ നേരം എന്നെ വിളിച്ച് ഭയങ്കര കരച്ചിലും പോകുമ്പോൾ ഇവർ തമ്മിൽ അടിയായി. നമ്മൾ ഡോറ് തുറന്ന് അകത്തോട്ട് കയറുക തൂങ്ങാൻ വേണ്ടിയിട്ട്. ആ വീഡിയോയും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആര് കാരണമാണ് തൂങ്ങാൻ കയറിയെന്നുള്ളത് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഫാനിൽ കുലുക്കിയിട്ട് ഡോർ അടച്ചു. ഞാനപ്പോൾ ചവിട്ടി പൊളിക്കാൻ ശ്രമിച്ച് നടക്കുന്നത്. നമ്മൾ സമയം വാതിൽ തുറക്ക് പുറകുവശത്തൂടെ പോയി നോക്കുന്നുണ്ട്, പറ്റുന്നില്ല. അവസാനം തള്ളി തുറന്നകത്ത് കയറാൻ നേരം അവൻ വീഡിയോ കോളിലുണ്ട്, ഫാനിൽ ഹാങ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഞാൻ എന്തു ചെയ്ത്, എനിക്ക് ആദ്യമേ പെശക് തോന്നിയുണ്ട്. ഞാൻ 1-2 മൊമെൻറ്റ്സ് എല്ലാം വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർ വരും, ഒരാൾ തൂങ്ങാൻ പോകുമ്പോഴാണോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, ഇവൻ ചത്തു കഴിഞ്ഞാൽ ഞാൻ സമാധാനം പറയണ്ടേ, മറ്റവൻ എൻ്റെ മണ്ടക്കിട്ട് വെക്കുക. അപ്പം ജനങ്ങൾക്ക് തെളിവാ. ഒരു കൊലപാതകം ചെയ്തിട്ട് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിക്കും തെളിവുണ്ടോ എന്ന് ചോദിക്കത്തുള്ളൂ അല്ലേ. അപ്പം ഞാൻ 5 വർഷമായിട്ട് ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നത്, അവിടെ നടക്കുന്ന കഥകളൊന്നും ആർക്കും അറിയത്തില്ല. ഞാൻ ഫോണും വെച്ചിട്ട് നിൽക്കാൻ നേരം ഈ പറഞ്ഞ പോലെ കരഞ്ഞ് നിലവിളിച്ച് എല്ലാവരും കൂടെ എന്നെ പറ്റിച്ചു. അത് ചെയ്തു, എനിക്ക് അങ്ങനെ ചെയ്യണം, നീയും മനസ്സിലാക്കുന്നില്ല, അവനും മനസ്സിലാക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വിട്ടു, സോറി, ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ എന്താ ചെയ്യണം, ഞാൻ അവൻ ആ വീഡിയോ കാണുന്ന ഏത് പൊട്ടനും മനസ്സിലാവും ഞാൻ എന്താണ് അവിടെ ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചപ്പം ഈ പയ്യൻ്റെ കോള് വരിക. ഹലോ ആരാ? ഞാൻ പറഞ്ഞു അജുവാ. എന്താടാ നായെ നീ ചെയ്യുന്നത്? നീ ആളെ നിന്റെ കാലിൽ ഞാൻ വെട്ടുവടാ, മാ കായൊക്കെ കൂട്ടി കുറച്ച് വിളി. ഞാൻ പറഞ്ഞു മോനെ ഇത് ലൈവാണ്, കട്ടായി, ദേ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ഇന്നലെ മെസ്സേജ് അയച്ചപ്പോൾ ഈ പയ്യൻ പറഞ്ഞുകൊണ്ട് അത് അന്ന് തൂങ്ങാൻ കയറിയത് നീ മെൻ്റൽ പ്രഷർ കൊടുത്തിട്ടാണെന്ന് ഞാൻ പറയിപ്പിച്ചോളാം. ആ ധ്വനിയിൽ തന്നെ ഉണ്ട് എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത്. പിന്നെ പ്രശ്നമായി, ലാൻഡ് ലോഡ് വന്നു. അപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന സ്റ്റിൽ ആൾക്കാർ വിചാരിക്കുന്നത് ഞാനാണ് പ്രശ്നം, പ്രോബ്ലം മേക്കർ, ഞാനാണ് ഉണ്ടാക്കിയത്. ഇതിന്റെ ഇടയിലുള്ള സ്റ്റോറി ആർക്കും അറിയത്തില്ല. ലാൻഡ് ലോഡ് അയാൾ എൻ്റെ ഫ്രീഡത്തിലാണ് കളിച്ചിരിക്കുന്നത്. 5 വർഷം താമസിച്ച വീട്ടിൽ നിന്ന് അയാൾ രാത്രി 1 മണിക്ക് കയറി വന്നിട്ട് വെളുക്കുപോലും അവിടെ ഇരുന്നിട്ട് ആ സ്പോട്ടിൽ എന്നെ കൊണ്ട് സാധനങ്ങൾ പാക്ക് ചെയ്യിപ്പിച്ചു. നീ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. 2 ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് പുള്ളി പേടിച്ചിട്ടായിരിക്കാം, കാരണം അവിടെ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ പുള്ളി സമാധാനം പറയേണ്ടി വരും. 2, ഈ 5 വർഷവും ഇയാളുടെ വീടിന്റെ കീ ഞാനാണ് നോക്കിക്കൊണ്ടത്. ഇവർ രാജസ്ഥാനിൽ പോകുമ്പോൾ ഇവരെ വീട് നോക്കുന്നതും ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതും ക്ലീൻ ചെയ്യുന്നതും ഒക്കെ ഞാനാണ്. അപ്പോൾ എൻ്റെ ഫ്രീഡമാണ് അവിടെ പുള്ളി തടഞ്ഞു വെച്ചത്. അതിനുള്ള റൈറ്റ്സ് പുള്ളിക്കില്ല. കാര്യം നമ്മൾ 5 വർഷം താമസിച്ച വീട്ടിൽ നിന്ന് വെളുപ്പാൻ കാലത്ത് പുള്ളി എൻ്റെ അടുത്ത് പാക്ക് ചെയ്ത് തരാം. എനിക്ക് എന്തൊക്കെ എടുക്കണമെന്ന് അറിയത്തില്ല. ജോലി നിൽക്കുന്ന വീട്ടിൽ നിന്ന് ജോലിൻ്റെ അടുത്ത് ഒരു മൊമെൻറ്റ് കിടക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കാണും അവിടെ. ഞാൻ എന്തൊക്കെയോ വാരി കെട്ടി വെളുക്കുവോളം ഞാൻ ഉണർന്നിരുന്നടാ അവിടെ സെറ്റിയിൽ. ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം എൻ്റെ ലാൻഡ് ലോഡ് അപ്പുറത്തെ റൂമിലും കിടപ്പുണ്ട്. എൻ്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പുറത്തെ മുറിയിൽ കാമുകനുമായിട്ട് വിളിച്ച് സംസാരിച്ച് കൂർക്കം വലിച്ച് കിടന്നുറങ്ങി. വെളുക്കുന്നവരെ ഞാൻ നേരം വെളുക്കുന്നത് വരെ അവിടെ ഇരുന്നിട്ട് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും എൻ്റെ പിടിവിട്ട് പോയപ്പോഴാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ ഇൻഫോം ചെയ്തത്. എന്തുവാ 6 മാസമായിട്ട് എല്ലാവരുടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എനിക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞ് രാവിലെ തന്നെ ഞാൻ ഹോട്ടലിലേക്ക് മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ട്. പുള്ളിക്കാരന് അറിയില്ല എന്താ പ്രശ്നം എന്നുള്ളത്. ഞങ്ങൾ കസിൻസ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ ആ ദിവസം രാവിലെ എനിക്ക് പറയേണ്ടി വന്നു നമ്മൾ കപ്പിൾസ് ആണ്, ഇവൻ എൻ്റെ പാർട്ട്ണറാണ്. പക്ഷെ ഇവൻ സമ്മതിക്കത്തില്ല, എനിക്ക് ഭ്രാന്ത് കൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പ്രൂവ് ചെയ്യണ്ടേ? അയാളൊരു പക്കാ മുസ്ലിം ഓർത്തഡോക്സ് മനുഷ്യനും. അവരൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല ഇതൊന്നും. മനസ്സിലായോ? ഈ 5 വർഷം താമസിച്ചിട്ട് ഞാൻ കൊട്ടിഘോഷിക്കാൻ പോയില്ല. ഒരു സോഷ്യൽ മീഡിയയിൽ പോയി പറഞ്ഞിട്ടില്ല ഞങ്ങൾ കപ്പിൾസ് ആണെന്ന്. എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ബിഗ് ബോസിൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2024 എൻ്റെ ഇൻസ്റ്റയിലെ പോസ്റ്റ് നോക്കി കറക്റ്റ് സീസൺ 5 ഓഡിഷൻ്റെ ഇതിൽ ഞാൻ പറയുന്നുണ്ട് ഞാനൊരു ഗേ പേഴ്സണാണ്. അജു എന്തുകൊണ്ട് നിങ്ങൾ ബിഗ് ബോസിൽ വരുന്നു? ഐഡൻറ്റിറ്റി, ഫാമിലി റീയൂണിയൻ, സിനിമയുടെ ത്രെഡ് പ്രസൻറ്റ് ചെയ്യുക. ഈ 3 കാര്യം. ഒരു പേയ്മെൻറ്റ് പോലും മേടിക്കേണ്ട 100 ഡേയ്സ് ഞാൻ നിൽക്കാൻ റെഡിയാണ്. അത് ഞാൻ അവിടെ പറയുന്നുണ്ട് ഏഷ്യാനെറ്റിൽ. അപ്പോഴേ ഞാൻ ജനുവിനായതുകൊണ്ടല്ലോ എൻ്റെ പാർട്ട്ണറെ പറ്റി ഞാൻ അവിടെ പറയുന്നത്. ഞങ്ങളുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ട്, എൻ്റെ കൊളീഗ്. ആൾക്ക് മെസ്സേജ് വെളുപ്പാൻ കാലത്ത് പെൺകുട്ടിയാന്ന് പറഞ്ഞിട്ട് ആൾക്ക് മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി നൈറ്റ് ഡ്യൂട്ടിയിലുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കൊരു ഹെൽപ്പ് വേണം, കാര്യം ആരെങ്കിലും വന്നൊന്ന് സംസാരിച്ചത് ക്ലിയർ ചെയ്യാൻ വേണ്ടി. ഈ പെൺകുട്ടി വന്ന് സംസാരിച്ച് ഒരുവിധം ഒന്ന് സോൾവ് ആക്കിയിട്ട് പറഞ്ഞു ആ പയ്യനെ കട്ട് ചെയ്തേക്ക്. അപ്പോഴും എന്നാ പറഞ്ഞാൽ ഓക്കെ ഞാൻ ഇനി അങ്ങനെ ആവർത്തിക്കില്ല, നീ ഒരാഴ്ചത്തേക്ക് നാട്ടിൽ പോയി നമ്മളെ ഇപ്പോഴത്തെ. അപ്പോൾ അവളും പറഞ്ഞാൽ നീ ഒരു ബ്രേക്ക് എടുക്കുക, ഒരാഴ്ച ഒന്ന് നാട്ടിൽ പോയി നിൽക്കുക. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഇതാ ശരിയാ, നമുക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യാം. ഞങ്ങൾ ആ വീട് മാറാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. പിറ്റേ ദിവസം ഫ്ലൈറ്റ് എടുത്ത് തിരിച്ച് കൊച്ചിയിൽ വന്ന് ഇറങ്ങി എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ ഇരിക്കാൻ നേരം എൻ്റെ ഫോണിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഇങ്ങോട്ട് എനിക്ക് ഷെയർ ആയിട്ടുണ്ട്, ഡിലീറ്റും ആയിട്ടുണ്ട്. ഞാൻ രാത്രി 12-1 മണിയായി വന്ന് റൂമിലിരുന്നിട്ട് ഫോൺ ജസ്റ്റ് ഓപ്പൺ ചെയ്തപ്പം കോള് വരും. അത് ഞാൻ പുതിയ ഫ്ലാറ്റ് എടുക്കാൻ നോക്കി അതിൻ്റെ ഫോട്ടോസാണ് ഷെയർ ചെയ്തേക്കുന്നതിന്.
നമുക്ക് ഓപ്പണിങ് ഫസ്റ്റ് ഒരു വ്യൂ കിട്ടും. ഞാൻ പറഞ്ഞു ശരിയാണ്, ഫ്ലാറ്റ് ഞാൻ കണ്ടു, ഫ്ലാറ്റിൽ കട്ടിലും കണ്ടു, കട്ടിൽ കിടക്കുന്നത് 2 പേര് ആരാണെന്ന് ചോദിച്ചപ്പം മിണ്ടുന്നില്ല. അങ്ങനെ മിണ്ടാണ്ട് നിൽക്കുക. സോറി, തെറ്റ് പറ്റിപ്പോയി എന്നോട് പറയാൻ. ഞാൻ ദൈവം ആരുടെ കൂടെയാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. കാര്യത്തിലൊരു തീരുമാനമായി ആ ഫോട്ടോയും കൂടെ കണ്ടപ്പോൾ. അപ്പം പുള്ളിക്ക് അങ്ങ് ഭയമായിപ്പോയി. കള്ളത്തരം അതുവരെ എന്താണ് പറഞ്ഞു വെച്ചത് അത് പൊട്ടി എന്നുള്ളത് മനസ്സിലായി. പിന്നീട് അടുത്ത ഫ്ലൈറ്റിന് തന്നെ ഞാൻ തിരിച്ചു പോയി ഇയാളെ കാണാൻ ശ്രമിച്ചു, നടന്നില്ല. വീണ്ടും വന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എറണാകുളത്ത് വന്നു. ഞാൻ കല്ലൂർ ഒരു ഹോട്ടലിൽ താമസിച്ചപ്പോൾ എനിക്ക് തോന്നി എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്, എവിടെയോ പണി കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഞാനൊരു ഹോട്ടലിൽ 2 മുറി എടുത്തിട്ടാണ് താമസിച്ചത്. റിസപ്ഷനിൽ പയ്യനോട് പറയും, ആര് വന്ന് ചോദിച്ചാലും നീ ഓപ്പോസിറ്റ് മുറിയെ പറയാൻ പറ്റത്തുള്ളൂ, ഇതിൻ്റെ ഓപ്പോസിറ്റ് നീ പറയരുത്. ഞാൻ വന്നു, റിസപ്ഷനിൽ പയ്യനോട് ചേട്ടനെ അന്വേഷിച്ച് ആരോ ഒരാൾ വന്നിട്ടുണ്ട്, ഇവിടെ കൊട്ടേഷനൊക്കെ കൊടുക്കാൻ തുടങ്ങി, ഗുണ്ടകൾ ഇറങ്ങാൻ തുടങ്ങി. ഞാൻ അപ്പം തന്നെ മനസ്സിലായി ഇനി ഹോട്ടലിൽ നിന്നിട്ട് കാര്യമില്ല, ഇവൻ്റെ വീട്ടിൽ പോകണം. അവിടെ തന്നെ രാവിലെ സൗത്തിൽ നിന്ന് ട്രെയിൻ കയറി കോട്ടയത്ത് ഇവൻ്റെ വീട്ടിൽ ഇൻഫോം ചെയ്തതേയില്ല. കോട്ടയത്ത് ഇവൻ്റെ വീട്ടിൽ ചെന്ന് പക്ഷെ പ്രശ്നം ഉണ്ടാക്കാനല്ല ഞാൻ പോയത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീട്ടിലേക്ക് കണക്ട് ചെയ്യാനുള്ളൊരു കാര്യവും കൂടി ഇതിലുണ്ട്. എനിക്ക് തോന്നി ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് തോന്നിയപ്പം എൻ്റെ ഒരു സിസ്റ്ററുണ്ട് പാലക്കാട്. പുള്ളിക്കാരി ഒരു ഇന്റർകാസ്റ്റ് മാരേജിൽ ഫാമിലിയായിട്ട് മാറി നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങളൊരു 14 വർഷത്തോളമായി കണ്ടിട്ട്. എന്നെ പലപ്പോഴും വീട്ടിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഉമ്മാടുത്ത് മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നു. ഈ പെങ്ങളെ വിളിച്ചിട്ട് ഞാൻ ഒരു ദിവസം കരഞ്ഞ് സംസാരിച്ച് പഞ്ചാബിൽ നിന്നപ്പോൾ തന്നെ പറഞ്ഞു, എടാ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് നിന്നോട് നേരിട്ട് സംസാരിക്കണം, ഞാൻ നാട്ടിലോട്ട് വരും, എനിക്ക് ഒരു മിനിമം 1 ഇയർ ടൈം വേണം, എനിക്ക് എൻ്റെ ഫാമിലിയിലോട്ട് പോകണം, നമ്മളെ പ്രശ്നങ്ങളെല്ലാം തീർക്കണം. പറഞ്ഞടാ നീ വാ നമുക്ക് കാണാം സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാനിവിടെ എറണാകുളത്ത് വന്ന് സെൻറ്റർ സ്കോറിൽ ഇവർ പാലക്കാട് നിന്ന് ഹസ്ബൻഡും വൈഫും വന്ന് ഞങ്ങൾ സംസാരിച്ച് ഞാൻ എന്താണെന്നും ഞാനും തമ്മി എങ്ങനെയുള്ള ബന്ധമാണെന്നും നമുക്കൊരു ബിസിനസ് തുടങ്ങണമെന്നും നീ സപ്പോർട്ട് ചെയ്യണമെന്നും എല്ലാം പറഞ്ഞിട്ട് പോയി. തിരിച്ച് ചെന്ന് എൻ്റെ പെങ്ങളുടെ നമ്പരും കൊടുത്തു. പക്ഷെ ഇവിടെയും കളിച്ചു. എൻ്റെ പെങ്ങളെ വിളിച്ചിട്ട് അജു നീ പറഞ്ഞതുപോലെ പ്രശ്നമുണ്ടെന്നും അജു വിചാരിക്കുന്ന ആളല്ലെന്നും, അജു ഫുൾ സ്ലീവേ അജു ഇടാറുള്ളൂ, ഇതിൻ്റെ ഇടയ്ക്ക് തോക്ക് വെച്ച് നടക്കാറുണ്ട്, എപ്പോഴും കയ്യിൽ നീഡിൽ കാണും, നിങ്ങളുടെ എല്ലാം ഷൂട്ട് ചെയ്ത് പുള്ളി സെയിൽ ചെയ്യും, ഇതൊക്കെയാണ് പറഞ്ഞു വരുത്തിയേക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ സംഭവിക്കുന്ന എപ്പോഴാ? കോട്ടയത്തെ വീട്ടിൽ വരുന്നതിന്റെ 2 ദിവസം മുമ്പേക്കാണ് ഇത് നടക്കുന്നത്. അപ്പം ഈ പെങ്ങളെ നമുക്ക് സഹോദരങ്ങളാകുമ്പോൾ ഒരു ഇത് കാണുമല്ലോ. ഈ പെങ്ങളെ വിളിച്ച് അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്ത് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തപ്പോൾ പുള്ളിക്കാരി അങ്ങ് തെറ്റിദ്ധരിച്ചു എന്നെ. അപ്പം ഞാൻ വീട്ടിൽ കോട്ടയത്ത് ഉച്ചയ്ക്ക് ചെന്ന് അച്ഛനെയും അമ്മയും ആൻറ്റിയും ബ്രദറിൻ്റെ ജീവനോട് ഇരിപ്പുണ്ട്. ആൻറ്റി ഇന്നതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട്, എനിക്ക് പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, വേറൊന്നും വിചാരിക്കരുത്, നമ്മളെല്ലാവരും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം, തിരിച്ചു കൊണ്ടുവരണം, ചിന്തിച്ച് നോക്ക്, ഇത്ര സാലറി മേടിക്കുന്ന ഒരാൾ ഇത്ര വർഷമായിട്ട് ഒന്നുമില്ല, പിന്നെ വീട്ടിലെ അവസ്ഥ മോശമാണ്, അനിയനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം, അതെല്ലാം പറഞ്ഞ് സംസാരിച്ച് ഇവരെ അമ്മയ്ക്ക് ബീഫ് ബിരിയാണി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് കിച്ചണിൽ പോയി ബിരിയാണി മേടിച്ച് റിലയൻസിൽ പോയി 14,000 രൂപ വീട്ടു സാധനം മേടിച്ചു കൊടുത്ത് ഞാൻ കൊണ്ടുപോയ ഗിഫ്റ്റുകൾ സാരീസും ജാക്കറ്റും എല്ലാം ഇവർക്ക് കൊടുത്തിട്ട് ഉറങ്ങാൻ കിടന്നു. രാത്രി 1 മണിയെങ്ങാണ്ട് ആയി. അപ്പം വാതിലിങ്ങനെ കൊട്ടുക, ആരാണെന്ന് കരുതി വാതിൽ തുറന്നു. ഒരു 7, 8, 10 പേര് കയറി വരും. ഞാൻ ഷോക്കായിപ്പോയി. എൻ്റെ പെങ്ങന്മാര് അളിയന്മാര് എല്ലാം. അപ്പം ചിന്തിക്കണം, ഞാൻ ഇവൻ്റെ കുടുംബമായിട്ട് ഞാൻ മേടിച്ചു കൊടുത്ത് ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോൾ കൊല്ലത്തും പാലക്കാടും കിടക്കുന്ന എൻ്റെ ഫാമിലി കോട്ടയത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ മുമ്പേ എനിക്കിട്ട് പണി തുടങ്ങി എന്നുള്ളത് ചിന്തിക്കണം. ഈ പുള്ളി അപ്പം കാമുകനായിട്ട് ചേർന്ന് എറണാകുളത്തുള്ള ഏതോ ഒരു വ്യക്തി, സ്ട്രേഞ്ചറാണ്, എൻ്റെ പെങ്ങൾ ഇന്ന് വരെ പേര് പറഞ്ഞിട്ടില്ല, എൻ്റെ ഫാമിലിയിൽ ഇൻഫോം ചെയ്തതാണ്, ഒരു ഭ്രാന്തൻ അവരെ വീട്ടിൽ കയറി ഇരിപ്പുണ്ട്, എത്രയും പെട്ടെന്ന് പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ കയ്യും കാലും വെട്ടും. അവിടെയാണടാ ഞാൻ തകർന്നു പോയത്. കാരണം നമ്മൾ സ്നേഹിച്ച ആള് അയാൾക്ക് വേറൊരാളെ കിട്ടാൻ വേണ്ടി അവനറിയാം, എൻ്റെ വീട്ടുകാരെന്നെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല എന്ന് അവനറിയാം. കാരണം എൻ്റെ സിനിമ, എൻ്റെ ഡ്രീം, ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ, ഇതെല്ലാം വിട്ടുപോയി ഞാൻ കൂട്ടിലടക്കപ്പെടുമെന്ന് അവനറിയാം. കൊട്ടിയത്ത് എൻ്റെ 3ാമത്തെ പെങ്ങളുടെ വീട്ടിൽ 2 ദിവസം ഇട്ട് എല്ലാവരും അവിടെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ കിടക്കുക, ഈ ഭ്രാന്തന്മാർ കിടക്കുന്ന പോലെ തന്നെ ഞാൻ കിടക്കുന്നത്. എനിക്ക് അപ്പം തോന്നിയൊരു സിനിമ, മറ്റേ കാബൂളിവാല സിനിമയിൽ മറ്റേ വിനീതിനെ വന്ന് എല്ലാവരും പിടിച്ചുകൊണ്ട് പോകുന്നില്ല, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഇത് എങ്ങനെ പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ 5 വർഷം ഞങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് വേറെ ആർക്കും അറിയില്ല. എൻ്റെ ഫാമിലിയുടെ മുമ്പിലും അവൻ്റെ ഫാമിലിയുടെ മുമ്പിലും ഞങ്ങൾ 2 പേരും ഇരുന്ന് ഫേസ് ടു ഫേസ് ഇരുന്ന് ഒരു വക്കീലിൻ്റെ സാന്നിധ്യത്തിൽ ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ വക്കീൽ വിളിച്ചു, വീട്ടുകാർ വിളിക്കുന്നു, ഞാൻ മെസ്സേജ് അയക്കുന്നു. ആ ഒരു മൊമെന്റ് തൊട്ട് 1,00,000 മെസ്സേജ് ഞാൻ അവൻ അയച്ചിട്ടുണ്ട്. ഭീഷണിയല്ല, നീ വാ സംസാരിക്കണം, ക്ലിയർ ചെയ്ത വന്നിട്ടേ ഇല്ല ആൾ. വക്കീൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ആരെങ്കിലും അജു
2 പേര് പോയി ആളെ കൊണ്ടുപോവാ. നമുക്ക് ഇത്രയും ദൂരത്തിലല്ല, ആള് വരാണ്ട് നടക്കില്ലല്ലോ. സാഹചര്യം പൈസ കയ്യിൽ കുറവാ. ഞാൻ കരുതി ഞാൻ ഒറ്റയ്ക്ക് പോവാം. ഞാൻ ഇവൻ്റെ ഹോസ്പിറ്റലിൽ പോയി. ഒരു മൊമെൻ്റ് എനിക്ക് കാണാൻ ടൈം കിട്ടി. ഞാൻ പറയാം എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. എനിക്കൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ ഐസിയുവിൻ്റെ അകത്ത് കയറി പുള്ളി അടച്ചു. ആ മൊമെൻറ്റിൽ മനസ്സിലായി ചത്താലും ആൾ വരില്ല. തിരിച്ച് ഞാൻ ഹോട്ടലിൽ വന്ന് ഇവൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു മലയാളി സുഹൃത്തുണ്ട് പറഞ്ഞിട്ട് ആളെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഞാൻ എൻ്റെ സാധനമൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ചണ്ഡീഗഡിനോട് ബായ് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ തിരിച്ചു പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കാരണം ഒത്തിരി സ്വപ്നങ്ങളുമായിട്ട് പോയൊരു സ്ഥലമാണ്. തിരിച്ച് കൊച്ചിയിൽ വന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി നിന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു, കുറേ കരഞ്ഞ. എന്നിട്ട് ഞാൻ എടുത്തൊരു തീരുമാനമാണ്, ഒരു റൂം എടുത്തു, എഗ്രിമെൻ്റ് എഴുതി. ആ റൂമിലേക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ 2 ദിവസമായിട്ട് സെറ്റ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നി ഈ പറഞ്ഞതുപോലെ ഒന്ന് തീരുമാനിക്കണം. പുള്ളി അപ്പോഴും ഞാൻ പുള്ളിയെ കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് എൻ്റെ പെങ്ങൾ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. എന്ന വ്യക്തി നാട്ടിൽ വന്നു. കൊച്ചിയിൽ കാമുകനായിട്ട് 2 ദിവസം താമസിച്ചു. കോട്ടയത്ത് വീട്ടിൽ പോയി താമസിച്ചു. ഇത്രയും പേര് വിളിച്ചു. ഒരു പ്രശ്നമുണ്ട്, ഇയാൾ അതിന് വാല്യൂ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ എന്നെ കാണണ്ട, എൻ്റെ വീട്ടുകാരെയും കാണണ്ട. ഈ വക്കീൽ ജീവിച്ചിരിപ്പുണ്ട്, അവനെ പേഴ്സണലി അറിയാം. ആ വക്കീലിനെ ചെന്ന് കണ്ടിട്ട് എന്താണെന്ന് പറയാം. എൻ്റെ ഭാഗത്ത് തെറ്റെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നുകൊണ്ട് എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് എന്നെ ആൾക്കാരെ വെച്ച് ഭീഷണിപ്പെടുത്തുന്നു? ഈ 14 years വീട്ടിൽ നിന്ന് മാറി നിന്നു എന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് വീട്ടുകാരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, സിസ്റ്റർ അല്ലാതെ മറ്റാരെങ്കിലും? ഒരു കാര്യം, ഇതിൽ ഞാൻ എൻ്റെ ഉമ്മായുമായിട്ട് ഞാൻ ലാസ്റ്റ് 1 year വരെ വിളിച്ച് സംസാരിക്കും. ഞാൻ പൈസകൾ അയച്ചു കൊടുക്കും. പക്ഷേ ഈ 14 വർഷം എൻ്റെ വീട്ടിൽ നടന്ന സ്റ്റോറികളൊന്നും എനിക്ക് അറിയത്തില്ല. ഒരു കോള് വരിക, എൻ്റെ പെങ്ങൾ വിളിച്ചിട്ടുണ്ട്, എടാ വാപ്പച്ചയ്ക്ക് നിന്നോട് എന്നോ സംസാരിക്കാനുണ്ട്. ഞാൻ പറയാം വിളിക്കട്ടെ, സംസാരിക്കാം. ഞാൻ കരുതി 14 വർഷം, കാരണം എന്നെ ഇവർ കൊട്ടിയത്ത് വീട്ടിൽ കൊണ്ടിട്ടിട്ടും എൻ്റെ വാപ്പായ ഉമ്മയെ ഞാൻ കണ്ടില്ല, സഹോദരങ്ങളെ മാത്രമേ കണ്ടുള്ളൂ. ഇപ്പോഴും ഫാദറിനെയും മദറിനെയും കണ്ടിട്ട് 10-14 വർഷമായി. മനസ്സിലായോ? എൻ്റെ 22ാമത്തെ വയസ്സിൽ ഞാൻ വീട് വിട്ട് വന്നതാണ്. ഞാൻ വിളിച്ചു, വാപ്പാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, പറഞ്ഞോളൂ. കാരണം ഞാൻ ഓൾറെഡി കരഞ്ഞ് തലയ്ക്ക് വെളിവില്ലാണ്ടിരിക്കുക. അത് മോൻ എനിക്ക് മാപ്പ് തരണം. എന്തിന്? നീ സംശയിച്ചതൊക്കെ ശരിയാ, ഞാനല്ല നിൻ്റെ അപ്പൻ. ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ എൻ്റെ പെങ്ങളെ വിളിച്ചിട്ട് ഞാൻ എന്തുവാടോ ഈ കേൾക്കുന്നത്? നിങ്ങളെല്ലാവരും കൂടെ നമ്മളൊരു സിനിമ എഴുതി തീർക്കുമ്പോഴത്തേക്കിൽ ഓക്കെ തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ ഒരു ട്വിസ്റ്റ് ഇങ്ങനെ ഇട്ട് വരുമല്ലോ. ശരിയും സത്യം മക്കളെ, ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നു, പറയാതിരുന്നതാ. ഈ 10-14 വർഷം ജൂലൈ നശിപ്പിച്ചു കളഞ്ഞ് എൻ്റെ ഒറിജിനൽ തന്തയെന്ന് പറയുന്ന ആൾക്ക് അതിൽ എനിക്ക് 2 സഹോദരങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇനി എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അവരൊക്കെ നല്ല രീതിക്ക് ജീവിക്കുക. എനിക്ക് ആരുടെ പണവും വേണ്ട, അവകാശവും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ ഈ ചില മൊമെന്റിൽ ചില ആൾക്കാർ ചെയ്യുന്ന തെറ്റുകളുണ്ടല്ലോ, ബാക്കിയുള്ള ലൈഫ് നശിപ്പിച്ചു കളയും. ഇപ്പം ഇത് ക്ലോസ് ചെയ്യാൻ നേരെ എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ആദ്യം എൻ്റെ വീട്ടുകാരോട്, എൻ്റെ അപ്പനോട് എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു പരാതി ഒന്നുമില്ല, ആരടുത്തും പരാതിയില്ല. നിങ്ങളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുക. ഇനി നിങ്ങളൊക്കെ ഇത്രയും പ്രായമായി, ഇനി മുമ്പോട്ട് ഇപ്പം ഇന്നിപ്പോൾ ആൾക്ക് എന്തോ ഒരു സർജറി ഹോസ്പിറ്റലിൽ നടക്കുക. എന്നെ എത്ര നാൾ വളർത്തിയ ഭാഗം എനിക്ക് സന്തോഷമുള്ളൂ, കാരണം അത്രയും നാൾ നിങ്ങൾ നോക്കിയില്ല, സന്തോഷം. പിന്നെ എൻ്റെ യഥാർത്ഥ തന്താന്ന് പറഞ്ഞ ആൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾ ഇത് അറിയുന്നു പോലും എനിക്കറിയത്തില്ല. അയാളോടും പറഞ്ഞത് ഉണ്ടാക്കി തന്നതിന് നന്ദി, അത്രേ ഉള്ളൂ. നിങ്ങളും സുഖമായിട്ട് ജീവിച്ചോ, നിങ്ങൾ പേടിക്കണ്ട. ഒരിക്കലും DNA ടെസ്റ്റിന് പോയിട്ട് നിങ്ങൾ അവകാശം മേടിക്കാൻ ഞാൻ വരില്ല, ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞ എൻ്റെ പുതിയ കാമുവിനോട് പറയാനുള്ളത്, മോനെ പോയി ജീവിക്കുക, ജീവിച്ച് കാണിക്കുക. നിനക്കും ഒരു ഉമ്മ ഉണ്ട്. ഞാൻ എന്താണെന്നറിയാണ്ടാണ് നീ ഇത്രയും നാൾ എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത്. എനിക്ക് എൻ്റെ കുടുംബമുണ്ട്, എനിക്ക് എൻ്റെ സാമ്പത്തിക പ്രശ്നമുണ്ട്, ഞാനിത് ചെയ്തിട്ടുണ്ട്, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാനൊന്നും ചെയ്തിട്ട് മറച്ചു വെച്ചിട്ടില്ല. നീ ചെയ്തത് എന്താണെന്നുള്ളത് നാളെ ഒരു സമയം, നീ പറഞ്ഞല്ലോ 30 വയസ്സിൽ നീ കല്യാണം കഴിക്കുമെന്ന്. നീ കല്യാണം കഴിച്ച് നിൻ്റെ ഭാര്യനെ വേറൊരുത്തൻ വന്ന് കൊണ്ടുപോകുമ്പോഴേ ഞാൻ അനുഭവിച്ച പേന് നിനക്ക് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ വരാതിരിക്കട്ടെ, ദൈവം വരുത്താതിരുത്തട്ടെ. ഇനി എന്നോട് മാത്രം പറയാനുള്ളത്, നീ സന്തോഷമായിട്ടിരിക്കുക. ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും ദൈവം ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് നിങ്ങൾക്ക് ഞാൻ മാപ്പ് തരിക. നിങ്ങൾ പോയി ജീവിക്കുക. ഇവിടെ കൊണ്ട് ഞാനിത് സ്റ്റോപ്പ് ചെയ്യുക. എനിക്ക് നിനക്കെതിരെ പരാതി കൊടുക്കാനോ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാനോ താല്പര്യമില്ല. പക്ഷേ എവിഡൻസ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇനി എന്നെപ്പോലെയുള്ള ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ നിയമമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നിയമം അതിനെ അനുവദിക്കുന്നില്ല.
നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആദിലെ നൂറയൊക്കെ ചെയ്തതുപോലെ സ്ട്രോങ് ആണ് ആ ബന്ധം എന്നുണ്ടെങ്കിൽ അയാളെ മനസ്സിലാക്കി നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ടെങ്കിലും നിങ്ങൾ മേടിക്കുക. ഒരാളെങ്കിലും, ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ അല്ലെങ്കിൽ ഒന്ന് സ്വന്തമായിട്ടെങ്കിലും ഒരു പത്രത്തിലോ ഒരു കോൺട്രാക്റ്റ് വെച്ചിട്ട് നിങ്ങൾ ജീവിക്കുക. കാരണം നാളെ ഒരു സമയം നിങ്ങളെ പാർട്ട്ണർ നിങ്ങളടുത്ത് പറയും എന്താണ് എവിഡൻസ്. അപ്പോൾ നമുക്കൊരു വില കൊടുക്കുക, നമ്മളെ സ്നേഹിക്കുക, മുമ്പോട്ട് പോവുക.